ഏത് കർമ്മരംഗത്തും നിസ്വാർത്ഥത എന്നത് ആവശ്യമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ കർമ്മം, ഏറ്റവും സങ്കീർണമാർന്ന കർമ്മമാണ് യുദ്ധം. അതിനപ്പുറത്തേക്ക് അവനൊരു സങ്കീർണതയുള്ള കർമ്മമില്ല. ആ സങ്കീർണതയുള്ള കർമ്മത്തെ, ആ കർമ്മത്തിന്റെ ഭൂമികയിലേക്ക് നമ്മളെ കൊണ്ടുവന്നിട്ടാണ് ഈ ശാസ്ത്രം അനാവരണം ചെയ്യപ്പെടുന്നത്. അതിന്റെ അപ്പുറത്ത് വേറെ കർമ്മമില്ല. അതിന് പ്രതിപക്ഷത്ത് നിർത്തി, പ്രതിഭാഗത്ത് നിർത്തി, തന്നെ പഠിപ്പിച്ചവരെയും മറ്റുള്ളവരെയും ഒക്കെ. എന്നിട്ട് അതിനെ എങ്ങനെ ഭംഗിയായി ചെയ്യാം, ഇത്രയും പറഞ്ഞുവെങ്കിൽ ആ ശാസ്ത്രത്തിന്റെ മഹത്വം ഒന്ന് ആലോചിക്കും. എവിടെയെങ്കിലും ഒരു കായൽ തീരത്ത് ഒരു പർവ്വതത്തിന്റെ സമീപത്തിരുത്തി പറഞ്ഞു കൊടുക്കുകയല്ല ഇത്. അതാണ് ഗീതയുടെ മഹത്വം. അതുകൊണ്ടാണ് ഇതിനെ സാർവലൗകികം എന്ന് പറയുന്നത്. അതുകൊണ്ട് ലാഭാലാഭങ്ങളുടെ കണക്ക് നോക്കാതെ, ജയപരാജയങ്ങളുടെ കണക്ക് നോക്കാതെ എന്താ വേണ്ടത്? നീ യുദ്ധത്തിലേക്ക് അതിനെ മുഴുവൻ സമേകൃത്വ, സമഭാവത്തിൽ കണ്ടുകൊണ്ട്, ഈ സമത്വം കാണണമെങ്കിൽ അവൻ തന്നെ അറിയണം. എന്നിട്ട് നീ എന്തു ചെയ്യൂ? ഇതിലേക്ക് പ്രവേശിക്കൂ. യുദ്ധായ യുജ്യസ്വ, യുദ്ധത്തിന് നീ ഉൾപ്പെടും. അങ്ങനെയാണെങ്കിലോ ഏവം, ഇപ്രകാരം നീ ചെയ്യുന്നുവെങ്കിൽ പാപം ന അവാപ്സ്യസി, നിന്നെ പാപം ബാധിക്കുന്നതല്ല. ഈ ഒരു ഭാവത്തോടു കൂടി തന്നെയാണ് ഏറെക്കുറെ നമ്മൾ എന്തെങ്കിലും വിജയം കൈവരിക്കാൻ ആർക്കെങ്കിലുമൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധഭൂമിയിൽ ഇങ്ങനെയൊക്കെ സാധിക്കുന്ന നമ്മുടെയൊക്കെ ജവാന്മാര് അതിർത്തിയിൽ എന്തിനോടെങ്കിലും അവർക്ക് സംഘം ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് അവിടെയൊന്നും നിൽക്കാൻ പറ്റില്ല. നിങ്ങളിപ്പം ടൈഗർ, ഈ കാർഗിൽ ഓപ്പറേഷനിലൊക്കെ, ആ ടൈഗർ ഹില്ലിലൊക്കെ 7 ദിവസങ്ങളാണ് അത്ര. ഒരു പുറത്ത് 60 കിലോ ഭാരം എടുത്തു വെച്ച് 7 ദിവസം കൊടും മഞ്ഞിൽ കയറണം. കൊടും മഞ്ഞിൽ കയറിക്കൊണ്ടിരിക്കുക, കയറുക. അപ്പൊ അവരുടെയൊക്കെ ഉറക്കവും മറ്റു സംഗതിയൊക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ സന്യാസിമാരെക്കാൾ തീവ്ര തപസ് ചെയ്യുന്ന ആളുകൾ അവർ. ആ ഒരു വേള അവർക്ക് ഭാര്യയെക്കുറിച്ച്, കുട്ടികളെക്കുറിച്ച്, അമ്മയുടെ അസുഖത്തെക്കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഘം വന്നാൽ പിന്നെ കയറാൻ പറ്റില്ല. ഏതോ ഒരു പല എന്താ പറയാ അദൃശ്യമായിട്ടുള്ള കരങ്ങളും, അതുപോലെ അവർക്ക് ആ സ്വദേശത്തോടുള്ള അങ്ങേയറ്റത്തെ രാജ്യത്തിന്റെ നിലനിൽപ്പ്, അതുകൊണ്ട് ശത്രുപക്ഷത്തെ ഇല്ലായ്മ ചെയ്യണമെന്ന തീവ്രമായ ഇച്ഛ, അതൊക്കെയാണല്ലോ അവരെ അതിലേക്ക് നയിക്കുന്നത്. അല്ലാതെ വെറുതെ അങ്ങോട്ട് ചെയ്യല്ലോ. വെറുതെ കുറെ കാശ് കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും പോയിട്ട് ഇങ്ങനെ ചെയ്യും. അവരുടെ ട്രെയിനിങ് തന്നെ അങ്ങനെയാണ്. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ നമ്മുടെ യുവാക്കൾക്ക് 2 ട്രെയിനിങ് ആണ് കിട്ടേണ്ടത്. ഒന്ന് മിലിറ്ററിയുടെ ഒരു 2 വർഷത്തെ ട്രെയിനിങ്ങും, പിന്നെ നമ്മുടെ സാന്ദീപനി ബ്രഹ്മചാരി ട്രെയിനിങ്ങും. ഇത് രണ്ടും കൂടെ മിക്സപ്പ് ആയാൽ ഗംഭീരാവും. രണ്ടും വേണം. ഒന്ന് ശരീരത്തിന് കിട്ടേണ്ടതും ഒന്ന് മനസ്സിന് കിട്ടേണ്ടതും. അതിനൊരു നല്ല എവിടെയും കിടക്കാനും എവിടെയും അവർ പോകുന്ന കണ്ടിട്ടില്ലേ, ട്രെയിനിലും അതിലൊക്കെ. അവർക്കൊന്നും അതിനൊന്നും ഒരു വിഷമവുമില്ല. നമുക്കങ്ങനെയല്ല, 100,000 കാര്യങ്ങൾ നമ്മൾ ആലോചിക്കും. അവിടെയൊക്കെ പോകണം. നമ്മൾ ബദരി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഓഫ് സീസണിൽ മിലിറ്ററി മാത്രമേ ഉണ്ടാവുള്ളൂ. അപൂർവമായിട്ടുള്ള സാധുക്കൾ, അതായത് മഹാത്മാക്കൾ കഴിയും അവിടെ, അപൂർവമായിട്ട്. ആ ഹിമാലയമായിട്ട് ചേർന്നുള്ള ബാക്കി മുഴുവൻ ഇവര് തന്നെയാണ് അവിടെ. അതുപോലെ കൈലാസം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, തിബറ്റിൽ, അവിടെയൊക്കെ. നമ്മുടെ തന്നെ കാശ്മീർ അങ്ങോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഹിമാലയൻ ഇതിലൊക്കെ ഇപ്പം കേദാർനാഥ് എന്ന് പറഞ്ഞാൽ അത് തൊട്ട് കഴിഞ്ഞാൽ എല്ലാം ചൈനയാണ്. അപ്പൊ ആ ബോർഡറിലൊക്കെ നമ്മുടെ മിലിറ്ററി മാത്രമേ ഉള്ളൂ. അവരൊക്കെ കഴിയുന്നത് ശമ്പളം പോലും മേടിക്കാൻ കയ്യിൽ കാണില്ല. കയ്യിൽ കിട്ടിയിട്ടും കാര്യമില്ല. അതൊക്കെ പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ മറ്റു പല വഴിയായിരിക്കും. അവർക്ക് ചെലവാക്കാനും സാഹചര്യങ്ങളൊന്നുമില്ല. ഈ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ നിന്ന് മാത്രമേ അത് ചെയ്യാൻ തന്നെ സാധിക്കുള്ളൂ. അവിടെ സംഘത്തെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. അപ്പം ഇതില് ഭഗവാൻ പറയുന്നു എന്താണ്, ഇതിനെ വിട്ടുകൊണ്ട് നീ എന്ത് വേണം?
ഇതിനെ ചെയ്യാൻ അർജുന തയ്യാറാവും. അങ്ങനെയെങ്കിലും നിന്നിൽ പാപം ഏൽക്കുന്നതല്ല. ഇത്രയും പറഞ്ഞ് സാംഖ്യയോഗത്തെ ഭഗവാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ്. സാംഖ്യയോഗം എന്നുള്ളത് തുടർന്ന് ഈ സാംഖ്യയോഗം ഭഗവാൻ തന്നെ ഉപസംഹരിക്കുന്നത് ഈ ശ്ലോകത്തിൽ പറയുന്നു. യേശാതേ ഭിഹിതാ സാംഖ്യേ ബുദ്ധിർയോഗേ ത്വിമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രകാസ്യസി. ഏഷാ തേ വിഹിതാ സാംഖ്യേ ബുദ്ധിയോഗേ തു ഇമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ഭഗവാൻ പറയുന്നു, ഹേ പാർത്ഥ, അല്ലയോ അർജുന, തേ നിനക്ക് അഭിഹിത ഏഷാ ബുദ്ധി സാംഖ്യേ, ഞാൻ ഇതുവരെ ഉപദേശിക്കപ്പെട്ട ജ്ഞാനം സാംഖ്യമാണ്. സാംഖ്യ ശാസ്ത്രത്തെയാണ് ഞാൻ ഇതുവരെ ഉപദേശിച്ചത്. എന്താ ഭഗവാൻ പറയുന്ന സാംഖ്യ ശാസ്ത്രം? അതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സംഗ്രഹിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഭഗവാൻ ഇവിടെ പറഞ്ഞു, ഏതാണോ ജനിക്കുന്നത് മനസ്സിലാക്കുക. കഴിഞ്ഞ റയിലേക്ക് പല ശ്ലോകങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിനെ ഒന്ന് സംഗ്രഹിക്കുകയാണ്. ഏതാണോ ജനിക്കപ്പെടുന്നത്, ഏതൊന്നാണോ നിലനിൽക്കുന്നത്, ഏതൊന്നാണ് വളർന്നു വരുന്നത്, ഏതൊന്നാണ് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത്, ഏതൊന്നാണ് ക്ഷയിക്കുന്നത്, ഏതൊന്നാണ് നശിക്കുന്നത്, അത് നീയല്ല. ഏതൊന്നാണ് ഉണ്ടായി നിലനിന്ന് വളർന്ന് പരിണമിച്ച് വികസിച്ച് ക്ഷയിച്ച് ഇല്ലാതെയാകുന്നത്, അത് അർജുന നീയല്ല. പിന്നെ നീ ആരാണ്? ഇതെല്ലാം നിരീക്ഷിക്കുന്നവനാണ് നീ, സാക്ഷിയാണ് നീ. ആ സാക്ഷിയായ ബോധം ആത്മാ നിത്യമാണ്. അതിനെ ഒരുവന് അറിയാൻ സാധിക്കുമോ? ഇന്ദ്രിയങ്ങൾക്കത് വിഷയമല്ല. അതുകൊണ്ട് അതിനെ അവ്യക്തം, അചിന്യം എന്നൊക്കെ പറഞ്ഞു. അത് നിരീക്ഷിക്കുന്നവനാണ് നമ്മൾ എന്ന് പറയാം. അതിന് ഭഗവാൻ ചില ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചു. ഏത് പ്രകാരത്തില് ബാല്യം, യൗവനം ഇത്യാദികളെ നോക്കിക്കണ്ടുവോ, ബാല്യം വിട പറയുന്നത് നിരീക്ഷിച്ചവനാണ് ഞാൻ, യുവത്വത്തിന്റെ ആഗമനം നിരീക്ഷിച്ചവനാണ് ഞാൻ, ഇതെല്ലാം കടന്നുപോയി കടന്നു പോകുന്നതും വരുന്നതുമൊക്കെ കണ്ടവനാണ് ഞാൻ. ഇത് ഞാൻ ഒരല്പം മാറി നിന്നാൽ, ഞാൻ ബാല്യമായിരുന്നുവെങ്കിൽ ബാല്യത്തോടൊപ്പം ഞാൻ ഇല്ലാതാകുമായിരുന്നു. അർജുന, നീ കുട്ടിയായിരുന്നുവെങ്കിൽ കുട്ടി മരിക്കുന്നതോടുകൂടി നീ മരിക്കുമായിരുന്നു. അതുകൊണ്ട് നീ ബാല്യമല്ല, നീ ബാലനല്ല, നീ യുവാവല്ല, നീ വാർദ്ധക്യം വൃദ്ധനുമല്ല. നീ അതിനെല്ലാം സാക്ഷിയാണ്. ഈ സത്യത്തെ ഭഗവാൻ ഇവിടെ അവതരിപ്പിച്ചു. ഈ സാംഖ്യ ദർശനത്തിന്റെ നമ്മുടെ ഭാരതത്തില് ഷഡ് ദർശനങ്ങൾ എന്ന് പറയും. 6 ദർശനങ്ങൾ, ഷഡ് ദർശനങ്ങൾ. അതിലൊന്നാമത്തെ ദർശനമാണ് സാംഖ്യം. സാംഖ്യ ദർശനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് കപില മഹർഷിയാണ്. ആരാണ് കപില മഹർഷി എന്ന് ചോദിച്ചാൽ ഭഗവാന്റെ അവതാരം തന്നെയാണ് കപിലൻ. കർദമ പ്രജാപതിയിൽ ദേവഹൂതിയിൽ ജനിച്ച പുത്രനാണ് കപിലൻ. കപിലൻ ഈ ആശയത്തെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എണ്ണിയിട്ട് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ് സാംഖ്യശാസ്ത്രം. വേദാന്തത്തിന്റെ താത്പര്യം തന്നെയാണ് സാംഖ്യശാസ്ത്രം സ്വീകരിച്ചിട്ടുള്ളത്, ഉൾക്കൊള്ളുന്നത് എന്ന് പറയാം. കപിലന്റെ സാംഖ്യം, പതഞ്ജലിയുടെ യോഗം, ഗൗതമന്റെ ന്യായം, അതുപോലെ വൈശേഷികം എന്ന് പറഞ്ഞാൽ കണാദന്റെ വൈശേഷികം. കണാദൻ എന്ന് പറഞ്ഞാൽ കണങ്ങളിൽ, ഇത് ശരിക്കും ഫിസിക്സാണ്. ആറ്റത്തിൽ ഗവേഷണം നടത്തിയ ആളാണ് കണാദൻ, നമ്മുടെ ഋഷി. അവരൊക്കെ വലിയ വലിയ ആധുനിക ശാസ്ത്രത്തിന്റെ മുൻപിലും പ്രപഞ്ചത്തിന്റെ ആധാരം അത് തന്നെയാ വിഷയം. എന്താണ് ഈ വിശ്വം?
ഈ അന്വേഷിക്കുന്നവനാര്? ഈ രണ്ട് ചോദ്യമാണ്. ഋഷിക്കുണ്ടായിരുന്ന ചോദ്യവും ഇത് തന്നെയാണ്. എന്താണ് ഒരു പദാർത്ഥം? അതിന്റെ ശരിയായ സ്വഭാവം എന്താണ്? അതിന് ഈ രൂപം നൽകിയത് ആരാണ്? അതിനെ രൂപം എടുത്തു മാറ്റിയാൽ എന്താവും? ഇത്യാദി കാര്യങ്ങളൊക്കെ വൈശേഷിക ശാസ്ത്രത്തിലെ വലിയ വിഷയമാണ്. അതിന്റെ ഉപജ്ഞാതാവ് കണാദനാണ്. ആ പേര് തന്നെ കണാദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് കണത്തില്. കണാദന്റെ വൈശേഷികം. അതുപോലെ ജൈമിനി മഹർഷിയുടെ പൂർവമീമാംസ എന്ന് പറയും. ജൈമിനി വ്യാസ ഭഗവാന്റെ ശിഷ്യനാണ്. പൂർവമീമാംസ, ജൈമിനിയുടെ പൂർവമീമാംസ, വ്യാസന്റെ ഉത്തരമീമാംസ. ഉത്തരമീമാംസ വേദാന്തത്തിന്റെ സമസ്ത താത്പര്യങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് ഉത്തരമീമാംസ. അതായത് ജ്ഞാനകാന്ഡം, മറ്റേത് കർമ്മകാന്ഡം. ഇങ്ങനെ സാങ്ക്യം, യോഗം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ, ഉത്തരമീമാംസ, ഈ 6 എണ്ണത്തിനെയാണ് ഷഡ്ദർശനങ്ങൾ എന്ന് പറയുക. അതിൽ സാങ്ക്യദർശനത്തെയാണ് ഭഗവാൻ ഇവിടെ അവതരിപ്പിച്ചത്. പറയുന്നു, യേഷ ഹേ പാർത്ഥ തേ അഭിഹിത ഏഷാ ബുദ്ധി സാങ്ക്യേ. അർജുന, ഞാൻ നിനക്ക് ഉപദേശിക്കപ്പെട്ടിട്ടുള്ള ഈ ജ്ഞാനം, ഈ അറിവിന്റെ ശാഖ എന്താണ്? സാങ്ക്യമതത്തിലേതാണ്. സാങ്ക്യദർശനം. സമ്യഖ്യായതേ ആത്മാ ഇതി സാങ്ക്യം എന്നാണ്. നല്ലപോലെ ആത്മാവിനെ പഠിപ്പിക്കുന്നത്, പഠിപ്പിക്കലാണിത്. അപ്പൊ അതിന്റെ പരിമിതികളുണ്ട്. ആത്മാവിനെ കുറിച്ച് പറയുന്ന ഒരു ശാസ്ത്രം നന്നായി പഠിപ്പിച്ചു തരും. അതുകൊണ്ടാണ് അതിൽ എന്തുണ്ട്? പ്രതിജ്ഞയുണ്ട്, ഉദാഹരണമുണ്ട്, ഹേതുവുണ്ട്, അതിനൊരു നിഗമനവും ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞു. ഇനി യയാ ബുദ്ധിയ, യാതൊരു ബുദ്ധിയോട്, യാതൊരു ജ്ഞാനത്തോടുകൂടി യുക്ത കൂടിയവനായാൽ കർമ്മബന്ധം പ്രഹാസ്യസി. നീ കർമ്മബന്ധത്തെ വിട്ടുപോകുമോ? യാതൊരു ബുദ്ധിയോടുകൂടിയാൽ നിന്നിൽ കർമ്മബന്ധം അവശേഷിക്കുന്നില്ലയോ? അതിനെ യോഗേ, ആ യോഗ വിഷയത്തിലുള്ള ഇമാം തു ശൃണു, ഇതിനെ നീ എന്നിൽ നിന്ന് കേട്ടാലും. ഇനി ഭഗവാൻ ഇവിടെ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുവരെ കേട്ട അറിവിനെ എങ്ങനെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാം, അതിനെയാണ് പറയാൻ പോകുന്നത്. അതായത് ഇതുവരെ തിയററ്റിക്കലായിട്ടായിരുന്നു, ആ തിയറിയെ എങ്ങനെ പ്രാക്ടിക്കലാക്കാം, അത് എന്നിൽ നിന്ന് നീ കേട്ടാൽ. ശരിക്കും കർമ്മയോഗം ആരംഭിക്കുന്നത് ഇവിടുന്നാണ്. കർമ്മയോഗം, അടുത്ത അധ്യായത്തിന് കർമ്മയോഗം എന്ന് പേരുണ്ടെങ്കിലും ഈ 2-ാം അധ്യായം ഭഗവത്ഗീതയിലെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. ഭഗവാൻ പറയുന്നു, നോക്കാം. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യത്തെ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യത്തെ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഇഹ, ഇവിടെ, ഇതില് എന്ന് പറഞ്ഞാൽ ഈ നിഷ്കാമ കർമ്മയോഗത്തിൽ ഏതൊന്നാണോ അർജുന ഞാൻ ഇതുവരെ നിനക്ക് പറഞ്ഞു തന്നത്, ഈ സാങ്ക്യയോഗത്തില് അഭിക്രമനാശ ന അസ്തി. അഭിക്രമനാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരംഭനാശം. 2 നാശങ്ങളാണ് ഇവിടെ പറയുന്നത്. അഭിക്രമനാശവും പ്രത്യവായ നാശവും, ദോഷവും. 2 ദോഷങ്ങൾ അത് സംഭവിക്കുന്ന. ഈ 2 ദോഷങ്ങൾ ഇവിടെ സംഭവിക്കുന്നില്ല എന്ന് പറയാം. എന്താ തുടങ്ങി വെച്ചതിന്റെ അഭിക്രമനാശം എന്ന് പറഞ്ഞാൽ കൃഷ്യാദേഹേ എന്ന് പറയും. കൃഷി മുതലായിട്ടുള്ളതൊക്കെ, കൃഷി മുതലായിട്ടുള്ള കാര്യങ്ങളിൽ അഭിക്രമനാശം സംഭവിക്കും. എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ വിത്ത് വിതച്ചു, കാളയെ കൊണ്ട് വയൽ പൂട്ടി അതിൽ വിത്ത് വിതച്ചു. വിത്ത് വിതച്ചു, വിത്ത് മുളച്ചു, നെൽച്ചെടികൾ വളർന്നു. ഇനി എന്തു വേണം? ആ നെൽച്ചെടികൾക്കൊരു പ്രായമായി കഴിഞ്ഞാൽ, അതിനൊരു ആഴ്ചകളുണ്ട്, അതായിക്കഴിഞ്ഞാൽ അതിനെ മുഴുവൻ പറിച്ചെടുക്കണം. പറിച്ചെടുത്തിട്ട് അതിനെ വീണ്ടും കറ്റയാക്കി കെട്ടിയിട്ട് കെട്ടി വെച്ച് അതിനെ വീണ്ടും എന്തു വേണം? അതിന്
ഉഴുതു മറിച്ചിട്ട് ഓരോന്നിനെ ഇത്ര അടി എന്താ അതിന് രണ്ടും അകലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അതിനെ കുഴിച്ചിടണം. അതൊന്നും ചെയ്യുന്നില്ല, അതിനെ അങ്ങനെ വിതച്ചു, അതങ്ങനെ തനിയെ അവിടെ ഉണ്ടാവുകയാണെങ്കിലോ അതങ്ങനെ അധികമൊന്നും വിള തരില്ല. അത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന മട്ടിൽ കുറച്ചെണ്ണം അവിടുന്ന് ഇവിടുന്നൊക്കെ ഉണ്ടായി കുറച്ചുണ്ടാവും, അത്രയേ ഉള്ളൂ. ഒരു പാവലിന്റെ വിത്ത് കൊണ്ടുവന്ന് നട്ടു, പാവല് മുളച്ചു അങ്ങനെ അവിടെ കിടക്കുക, അതിങ്ങനെ ഇഴയാൻ തുടങ്ങി. അതേ സമയത്ത് അതിനൊരു തടവെടുത്തു, അതിനൊരു വടികുത്തി കൊടുത്തു, വടികുത്തി കയറ്റി 4 കാല് കൊടുത്തൊരു പന്തലിട്ടു. അതൊക്കെ ചെയ്താലോ അതിന് ഒരു തുടർച്ചയായിട്ടുള്ള അതായത് തുടർ പ്രക്രിയ, കൃഷ്യാദേഹേ, കൃഷി മുതലായിട്ടുള്ളതിൽ നമ്മുടെ തുടർ പ്രക്രിയ വേണം. ഈ വിഷയത്തില് എന്താ ഒന്ന് തുടങ്ങി വെച്ചു, വിത്തിട്ടു, അത് മുളച്ചോളുന്ന ഭഗവാൻ പറയുന്നു. അതുകൊണ്ട് ആദ്യത്തെ നാശം ഇവിടെ സംഭവിക്കുന്നില്ല. ഏത്? അഭിക്രമ നാശം. തുടങ്ങി അഖണ്ഡ ഗീതാജ്ഞാനയജ്ഞം 10 ദിവസം കേട്ടു, കുഴപ്പമില്ല. 10 ദിവസത്തിന് എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്യും. അതുകൊണ്ടൊരു കുഴപ്പമില്ല എന്ന് പറയാം. ഇനി പറയണു ന വിദ്യതേ പ്രത്യവായ ന വിദ്യതേ. പ്രത്യവായ എന്ന് പറഞ്ഞാല് ചികിത്സാവത് എന്നാണ്, ചികിത്സയിലുണ്ടാകുന്ന ദോഷങ്ങൾ. ഇപ്പൊ മെഡിക്കൽ കോളേജിൽ ഒരിക്കൽ കേട്ടിട്ടുണ്ട്, ഒരാളെ പാമ്പ് കടിച്ചു കൊണ്ടുവന്നു. അപ്പൊ നോക്കുമ്പോ ബെഡില്ല. അപ്പൊ അയാളെ തൽക്കാലം നിലത്ത് കിടത്തിയിട്ട് പിന്നെ അവിടെ ആശുപത്രിയിൽ ആരോ സ്വാധീനമുള്ള ഒരാൾ വന്നിട്ട് ബഹളം ഉണ്ടാക്കി ഈ നിലത്ത് കിടത്തിയ രോഗിയെ പിടിച്ചിട്ട് കിടക്കയിൽ കിടത്തി. അപ്പൊ കിടക്കയിൽ ഒരു പനി പിടിച്ച ഒരാളുടെ, അയാളെ പിടിച്ച് താഴെ കിടത്തി. അവിടേക്ക് നേഴ്സ് പോയിട്ട് ഈ പാമ്പ് കടിച്ച ആൾക്ക് ആന്റി പോയ്സൺ കുത്തിവെക്കണം, അത് ഈ പനി പിടിച്ച ആൾക്ക് കൊടുത്തു, പിശുക്കും. അയാളുടെ കാറ്റുപോയി. അപ്പൊ ഒരു രോഗിക്ക് മരുന്ന് കൊടുക്കണം എന്നുള്ളത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ മരുന്ന് മാറിപ്പോയാലോ? ഈ മാറിപ്പോകുന്ന ദോഷത്തിനാണ് പ്രത്യവായ ദോഷം എന്ന് പറയാം. മരുന്ന് മുതലായിട്ടുള്ളതിന്റെയൊക്കെ മാറ്റത്തിൽ പിന്നെ ചില സ്വാധീനങ്ങൾ ഉണ്ടാവും. ഒരു കണ്ണ് കാണാത്ത കുട്ടിക്ക് ഒരു രാഷ്ട്രീയ നേതാവിന്റെ, അദ്ദേഹം ജീവിച്ചിരിക്കുമ്പം കണ്ണ് ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ മരണാനന്തരം അദ്ദേഹത്തിന്റെ കണ്ണ് ദാനം ചെയ്തു. അങ്ങനെ ആ കണ്ണിനെ എടുത്തിട്ടാണ് ഈ കുട്ടിക്ക് വെച്ചത്. അപ്പൊ കാഴ്ചയൊക്കെ ഉണ്ട്, നല്ല കാഴ്ചയുണ്ട്. കുട്ടിയുടെ അച്ഛനോട് ചോദിച്ചു എങ്ങനെയുണ്ട്? നന്നായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അവൻ ഏത് നേരം കസേരയിൽ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ്. കസേര കണ്ട അവൻ ഇങ്ങനെ. അപ്പൊ അങ്ങനെയൊരു അതിന്റെ ഒരു സ്വാധീനം, തമാശയാണ്, അതൊരു സ്വാധീനം. ഇങ്ങനെ 2 ദോഷങ്ങൾ, പ്രത്യവായ ദോഷവും അവിക്രമ നാശവും ന വിദ്യതേ, ഈ വിഷയത്തിൽ സംഭവിക്കുന്നതല്ല. എന്തുകൊണ്ടെന്നാൽ അസ്യ ധർമ്മസ്യ സ്വൽപ്പമപി, ഈ ധർമ്മത്തിന്റെ സ്വൽപ്പം, ഒരൽപ്പം എന്തുണ്ടാക്കുന്നു? മഹതഃ ഭയാത് ത്രായതേ, ഏറ്റവും വലിയ ഭയത്തിൽ നിന്ന് ത്രാണനം ചെയ്യിക്കാൻ പോകുന്നതാണ്. അസ്യ ധർമ്മസ്യ സ്വൽപ്പമപി ത്രായതേ മഹതോ ഭയ. നമുക്ക് ഭഗവാൻ തരുന്ന ഉറപ്പാണ്. ഇതിനെയാണ് നാം ആശ്രയിക്കേണ്ടത് എന്ന് പറയും. അല്ലാതെ വെറുതെ ഭയത്തിൽ നിന്ന് നീങ്ങാൻ വേണ്ടി നിങ്ങൾ ചരട് കെട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തത് കൊണ്ടോ ഒന്നും, വീട്ടിൽ കുറ്റിയടിച്ചത് കൊണ്ടോ, അതൊക്കെ വീണ്ടും ഭയം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടറിയാം, ഭയം എന്ന് പറഞ്ഞാൽ ദ്വിതീയാതുവായി ഭയം ഭവതീന, 2ൽ നിന്ന് ഈ ഭയം ഉണ്ടാവുന്നത്. ഇവിടെ 2ഇല്ല എന്ന് അറിഞ്ഞ ആൾക്ക് പിന്നെന്താ ഭയം? അത് ഏത് ചെകുത്താൻ വന്നിട്ട് വേണമെങ്കിൽ നമ്മളോട് എന്ത് വേണമെങ്കിൽ ചോദിച്ചോട്ടെ. 100 ഉണ്ടോ എന്നൊക്കെ ചോദിക്കും വെള്ളിയാഴ്ച. ഇല്ല 250 ഉള്ളൂ എന്ന് പറയുന്നത്. അയാൾ നോക്കിക്കോളൂ. 100 ഉണ്ടോ എന്ന് ചോദിച്ചാൽ കേട്ടിട്ടുണ്ടാവും. 100 ചോദിച്ചു, അങ്ങനെ പേനാക്കത്തിയുടെ തുഞ്ചത്ത് വെച്ചു കൊടുത്തു, തീപ്പട്ടി ചോദിച്ചു, അങ്ങനെ പലതുണ്ട്. ഇതൊക്കെ കണ്ടും കേട്ടിട്ടും ഒക്കെ കിടന്നുറങ്ങിയിട്ട് എന്തിനെയോ ഭയന്നിരിക്കുക. ഇത് എല്ലാ ഭയത്തെയും നമ്മളെ മറുകരയ്ക്ക് കൊണ്ടുപോകുന്ന, ഇതിന്റെ സ്വൽപ്പം, ഇതുവരെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരല്പമാത്രമായി എടുത്ത് അതിനെ മദനം ചെയ്ത് അതിനെ അങ്ങോട്ട്
ആവാഹിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ ഭയങ്ങളിൽ നിന്നും നമ്മെ താരണം ചെയ്യിക്കാൻ പോകുന്നതാണ് എന്ന് ഭഗവാൻ ഒരു പരസ്യം, ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ ഒരു പരസ്യമാണ്, ഒരു അഡ്വർടൈസ്മെന്റ് ആണ് പറയാൻ പോകുന്ന യോഗശാസ്ത്രത്തെക്കുറിച്ച്. ഇത് എല്ലാ ഭയത്തെയും നമ്മളെ മറുകരയ്ക്ക് കൊണ്ടുപോകുന്ന, ഇതിന്റെ സ്വൽപ്പം ഇതുവരെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരല്പമാത്രമായി എടുത്ത് അതിനെ മദനം ചെയ്ത് അതിനെ അങ്ങോട്ട് ആവാഹിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ ഭയങ്ങളിൽ നിന്നും നമ്മെ താരണം ചെയ്യിക്കാൻ പോകുന്നതാണ് എന്ന് ഭഗവാൻ ഒരു പരസ്യം, ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ ഒരു പരസ്യമാണ്, ഒരു അഡ്വർടൈസ്മെന്റ് ആണ് പറയാൻ പോകുന്ന യോഗശാസ്ത്രത്തെക്കുറിച്ച്. ഒരു പരസ്യം തന്നിരിക്കുക. എന്നിട്ട് ഭഗവാൻ പറയും, നോക്കാം. വ്യവസായാത്മികാ ബുദ്ധിഃ ഏകേഹ കുരു നന്ദന ബഹുശാഖാ ഹ്യനന്താശ്ച ബുദ്ധയോ വ്യവസായിനാം. വ്യവസായാത്മികാ ബുദ്ധിഃ ഏകേഹ കുരു നന്ദന ബഹുശാഖാഃ ഹി അനന്താഃ ച ബുദ്ധയഃ അവ്യവസായിനാം. വ്യവസായാത്മികാ ബുദ്ധിഃ, വ്യവസായാത്മികാ ബുദ്ധിഃ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് മൈൻഡ് എന്ന് ആരോ പറയുന്നുണ്ടായി. അതല്ല, നമുക്ക് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും വ്യവസായാത്മിക ബുദ്ധി, ഒരു വ്യവസായിയുടെ ബുദ്ധി എന്ന്. അത് ഏതുപോലെയാണ് എന്ന് ചോദിച്ചാലേ, അതില് അങ്ങനെയുള്ള പല ബുദ്ധികളും ഉണ്ടല്ലോ. ഈ അടുത്ത് കേട്ട ഒരു തമാശ, ഒരു ഭർത്താവ് ഭാര്യയുടെ അടുത്ത് പോയിട്ട് അവരോടിങ്ങനെ അദ്ദേഹം പഴയ ഒരു മലയാളത്തിലെ ഗാനം അങ്ങനെ ആലപിച്ചുകൊണ്ട് അവരുടെ അടുത്ത് ചെന്നു എന്നാ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സന്ധ്യക്കെന്തിന് സിന്ദൂരം. അത് വളരെ ഈണത്തിൽ ഇങ്ങനെ പാടി, സന്ധ്യക്കെന്തിന് സിന്ധു. അതിന്റെ രീതി ഇതല്ല സ്വാമിക്ക് അത്ര അല്ലേ. പിന്നെ കാടാറിനെന്തിന് പാദസരം, അങ്ങനെ കുറെയൊക്കെ പറഞ്ഞിട്ട് അടുത്ത് പോയിട്ട് പറഞ്ഞു, എന്റെ കൺമണിക്ക് എന്തിന് ആവരണം എന്ന് പറഞ്ഞു. ആ കഴുത്തിലുള്ളതൊക്കെ ഇങ്ങോട്ട് അഴിച്ചു മേടിച്ചു എന്നാ, ഞാൻ ഒന്ന് പണയം വെച്ച് വരാം. ഇത് ഒരു വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ബുദ്ധിയാണ്. അങ്ങനെ ഒരു ബുദ്ധിയെക്കുറിച്ചല്ല. ഇപ്പൊ കാർഡിന്റെ കാലമാണല്ലോ. കാർഡ് ഷോപ്പിൽ പോയിട്ട് അവിടെ പോയി ഇങ്ങനെ തെരഞ്ഞു നോക്കുക, ഏതാ നല്ല നല്ല വാക്കുകൾ, ഗംഭീരങ്ങളായിട്ടുള്ള. അപ്പൊ ഒരു നല്ല കാർഡ് കണ്ടു. അതിലെഴുതിയിരിക്കുന്നത് ഗംഭീരങ്ങളായിട്ടുള്ള വാക്കുകളാണ്. നിന്നെ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു നഷ്ടമായേനെ. ഈ ഒരു വർഷം കഴിയുന്ന വേളയിൽ ഞാൻ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് എങ്ങനെയാ ഓർക്കേണ്ടതെന്നൊന്നും അറിയില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു ഷേക്സ്പിയറിന്റെ ഏതോ നാടകത്തില് ആരോടോ പറയുന്ന വരികളാണ്. അപ്പൊ എടുത്തു കൊണ്ടുപോയിട്ട് ചോദിച്ചു, ഇതിനെന്താ വില? പറഞ്ഞു 30 രൂപ. കുറച്ചുകൂടെ ചീപ്പായിട്ടുള്ള ഉണ്ടോ? പിന്നത്തെ ചോദ്യം അതാണ് പറയാം. ഈ ബുദ്ധിയെക്കുറിച്ചല്ല, ഈ ബുദ്ധിയെ അല്ല വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുന്നത്. വ്യവസായാത്മിക ബുദ്ധി എന്ന് പറഞ്ഞാൽ വ്യവസായോ യസ്യാം സാ വ്യവസായാത്മിക എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നു? നിശ്ചയ രൂപമാർന്ന ബുദ്ധി, വളരെ നിശ്ചയം. എന്താണ് നിശ്ചയമുള്ളത്? ഈശ്വരൻ തന്നെയാണ് പരമമായ ആശ്രയമെന്ന ഉറപ്പുറ്റ ബുദ്ധി. അതിനെയാണ് വ്യവസായാത്മിക ബുദ്ധി. അത് ഭഗവാൻ പറയുന്നു, ഇഹ ഏക, ഇവിടെ അത് ഒന്നേ ഉള്ളൂ. ബുദ്ധി ഒന്നേ ഉള്ളൂ. എന്താണ്? ഇതം സർവം ഈശാവാസ്യം. ഇതിനെയാണ് വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുന്നത്. ആത്മാവാസ്യം ഇതം സർവം. കുരുനന്ദന, അല്ലയോ കുരുശ്രേഷ്ഠ അർജുന, അവ്യവസായിനാം. അവ്യവസായി എന്ന് പറഞ്ഞാൽ വ്യവസായം ചെയ്യാത്തവൻ എന്നല്ല, നിശ്ചയമില്ലാത്തവർ. അവ്യവസായി, നിശ്ചയമില്ലാത്ത ബുദ്ധയ, ബുദ്ധികൾ, ബഹുശാഖാഹ, അവർക്ക് പല പിരിവുകളുണ്ട്. അവരുടെ
വിചാരം പലതാണ്. അവരങ്ങനെ പലതാണ് എന്ന് കരുതുന്നു. അവരീ പരമമായ സത്യത്തെയൊക്കെ കുറിച്ച് പറയുമ്പം അവര് ഇതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും. അത് അവർക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ബുദ്ധയഃ ബഹുശാഖാഃ അനന്താഃ ച ഭവതി. അത് പലതായി അനേകങ്ങളായി നിലകൊള്ളുന്നു. ബുദ്ധി നമുക്കും ചിലപ്പോൾ അങ്ങനെ തോന്നും, എന്താണോ ശരി, അതാണോ ശരി, ഇതാണോ ശരി, എന്നാ കുറച്ച് അങ്ങോട്ട് പോവാം, കുറച്ച് ഇങ്ങോട്ട് പോവാം. നിശ്ചയം വന്നിട്ടുള്ളവന് പിന്നെ അധികം ഒന്നും ഓടേണ്ട ആവശ്യമില്ല എന്ന് പറയാം. ഏക ബുദ്ധി. തുടർന്ന് ഭഗവാൻ അടുത്ത 3 ശ്ലോകങ്ങളിലൂടെ വേദത്തിന്റെ പരിമിതിയെ, അല്ലെങ്കിൽ വേദത്തെ ഉദ്ധരിച്ചുകൊണ്ട് വലിയ വലിയ വാക്യങ്ങളൊക്കെ പറയുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ ഭഗവാൻ ഒന്ന് എന്താ പറയുക, അർജുനന്റെ മുൻപിൽ അവതരിപ്പിക്കുക. കാരണം നീയും 1-ാം അധ്യായത്തിൽ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പ്രമാണങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ ഭഗവാനെ ഇത് ശുശ്രൂമ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ സമാധാനം തരാം. ഭഗവാൻ പറയും അടുത്ത 3 ശ്ലോകങ്ങൾ 42, 43, 44. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത്യവിപശ്ചിതഃ വേദവേദാരതാഃ പാർത്ഥ നാന്യദസ്തീതി വാദിനഃ കാമാത്മാനഃ സ്വർഗപരാ ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുളാം ഭോഗൈശ്വര്യഗതിം പ്രതി ഭോഗൈശ്വര്യപ്രസക്താനാം തയാപഹൃതചേതസാം വ്യവസായാത്മികാ ബുദ്ധിഃ സമാധൗ ന വിധീയത്തെ. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്തി അവിപശ്ചിതഃ വേദമാദരതാഃ ഹേ പാർത്ഥ നാന്യത് അസ്തി ഇതി വാദിനഃ കാമാത്മാനഃ സ്വർഗപരാഃ ജന്മകർമ്മ ഫലപ്രദാം ക്രിയാവിശേഷബഹുലാം ഭോഗൈശ്വര്യ ഗതിം പ്രതിം ഭോഗൈശ്വര്യ പ്രസക്താനാം തയാ അപഹൃതചേതസാം വ്യവസായാത്മികാ ബുദ്ധിഃ സമാധൗ ന വിധീയത്തെ. ഹേ പാർത്ഥ, അല്ലയോ അർജുന, വേദവാദരതാഃ, വേദത്തിന്റെ അർത്ഥവാദത്തിൽ തത്പരരായിട്ടുള്ളവർ. ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വേദം എന്ന ശബ്ദത്തിന് വിദ് ധാതുവിന് ജ്ഞാനം, അറിവ് എന്നാണ്. ഏതൊന്നറിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായി തീരുമോ അതിനെയാണ് വേദം എന്ന് പറയുന്നത്. അറിവിന്റെ അവസാനം, അതിനെ തന്നെയാണ് വേദാന്തം എന്ന് പറയുന്നത്. വേദാന്തം വേദാനാം അന്തഃ ഇതി വേദാന്തം. വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത്. എന്താണ് അതിന്റെ താത്പര്യം? ബ്രഹ്മസത്യം ജഗത് മിഥ്യ, ജീവോ ബ്രഹ്മൈവ നാപര. അർദ്ധശ്ലോകേ പ്രവക്ഷ്യാമി, ഞാൻ പകുതി ശ്ലോകം കൊണ്ട് കാര്യം പറയാം എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു. എന്താണ് പകുതി ശ്ലോകം? ബ്രഹ്മസത്യം ജഗത് മിഥ്യ, ജീവോ ബ്രഹ്മൈവ നാപര. ബ്രഹ്മമാണ് സത്യം, ജഗത്ത് മിഥ്യയാണ്. ജീവൻ ഇന്ന് അന്യമല്ല ബ്രഹ്മം, ബ്രഹ്മവും ജീവനും രണ്ടല്ല. ഈ സത്യത്തെ വെളിപ്പെടുത്തി തരുന്ന അറിവിന്റെ ശേഖരങ്ങളാണ് വേദം. അതനുഭവിച്ച ഋഷീശ്വരന്മാരുടെ അനുഭവങ്ങളാണ് വേദം. അതുകൊണ്ട് അതിന് ദർശനം എന്ന് പറയും. ആ വേദത്തില് ചർച്ച ചെയ്യാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ആ വേദത്തിലെ എല്ലാറ്റിനെക്കുറിച്ചും ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഉണ്ടോ, എന്തൊക്കെ ഒരാൾക്കറിയണമോ അതെല്ലാം അതിലെ വിഷയമാണ്. അതിൽ വാസ്തുശാസ്ത്രമുണ്ട്, അതിൽ ആയുർവേദമുണ്ട്, അതിൽ നക്ഷത്രവിദ്യകളുണ്ട്, അതിൽ എല്ലാം എല്ലാം ഉണ്ട്. നിങ്ങൾ അത്ഭുതപ്പെടും, ഒരുവനെ എങ്ങനെ ഒരു തെളിവുമില്ലാതെ കൊല്ലണം, അതും ഉണ്ട്. ഒരാൾക്കും പിടിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരുത്തനെ കൊല്ലണമെങ്കിൽ അതും അതിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്.
പക്ഷെ അതിന്റെ വലിയ നിർണയം ചെയ്യപ്പെട്ടിരിക്കുന്നത്, അതിന്റെ താത്പര്യം മുഴുവൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഉപനിഷത്തിലാണ്. അപ്പൊ വേദത്തിന് പല പിരിവുകളുണ്ട്. ഈ വേദത്തെ നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് പൂർവികന്മാര്. അതിനായിട്ട് വേദത്തെ 4ആയി പിരിച്ചു, നമ്മുടെ ആശ്രമത്തെയും 4ആയി പിരിച്ചു. വേദത്തിന്റെ 4 പിരിവുകൾ സ്വാമി പറഞ്ഞിട്ടുള്ളതാണ്. വേദം എന്ന് പറഞ്ഞാൽ അപൗരുഷേയം, ആരാലും രചിക്കപ്പെടാത്തത് ദർശനമാണ്. തത്വവും വ്യക്തിയും ഒന്നായ സമയത്ത് അവരിൽ നിന്നുണ്ടായിട്ടുള്ള ദർശനങ്ങളെയാണ് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണെന്ന്. ശരി, ഇതിന്റെ ആദ്യ ഭാഗം മന്ത്രം അഥവാ സംഹിത എന്ന് പറഞ്ഞു. രണ്ടാം ഭാഗം ആരണ്യകം. ഒന്നാം ഭാഗം മന്ത്രം അഥവാ സംഹിത, രണ്ടാം ഭാഗത്തെ ബ്രാഹ്മണം, മൂന്നാം ഭാഗത്തെ ആരണ്യകം, 4ആം ഭാഗത്തെ ഉപനിഷത്ത്. ഇങ്ങനെ 4 പിരിവുകൾ. ആദ്യത്തെ 2 ഭാഗത്തെ ചേർത്തിട്ട് കർമ്മകാന്ഡം എന്ന് പറയുന്നു. അവസാനത്തെ 2 ഭാഗത്തെ ചേർത്തിട്ട് ജ്ഞാനകാന്ഡം എന്ന് പറയുന്നു. ഇതിനെയാണ് നേരത്തെ പറഞ്ഞ ഉത്തരമീമാംസയും പൂർവമീമാംസയും. അതാണ് ജൈമിനിയും വ്യാസനും വ്യാഖ്യാനിച്ചത്. അതിന്റെ പേരാണ് ധർമ്മസൂത്രവും ബ്രഹ്മസൂത്രവും. അപ്പൊ ആദ്യ ഭാഗത്തെ കർമ്മകാന്ഡമെന്നും രണ്ടാം ഭാഗത്തെ ജ്ഞാനകാന്ഡം എന്നും പറയും. 4 ആശ്രമങ്ങൾ വിധിച്ചത് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. അപ്പൊ 12 വർഷം ഗുരുകുലവാസം ചെയ്യുമ്പം വേദം മുഴുവൻ അധ്യയനം ചെയ്യും, വേദം പഠിക്കും. ആ വേദ പഠനത്തെ എല്ലാം പഠിക്കും. പ്രപഞ്ചത്തെക്കുറിച്ചും തന്നെക്കുറിച്ചും ഈ വിശ്വത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പഠിച്ച് അവൻ ബ്രഹ്മചര്യത്തെ പരിസമാപിപ്പിച്ച് ഗൃഹത്തിലേക്ക് പ്രവേശിക്കണം. അപ്പൊ ഗൃഹസ്ഥാശ്രമിയുടെ ധർമ്മങ്ങളെക്കുറിച്ചൊക്കെ ബ്രാഹ്മണത്തിൽ പറഞ്ഞിരിക്കണം. അപ്പൊ ബ്രാഹ്മണത്തിൽ എങ്ങനെ യശസ്വിയാവാം, എങ്ങനെ അധികാരം നേടണം, ആ അധികാരത്തെ നിലനിർത്തേണ്ടത് എങ്ങനെ കീർത്തിമാനാകാം, എങ്ങനെ സുഖിമാനാകാം, അപ്പൊ പ്രവൃത്തി മാർഗത്തെ പറയും. ആ പ്രവൃത്തിയിൽ നിന്ന് നിവർത്തിക്കേണ്ടത് എങ്ങനെയാണ്, അതാണ് ആരണ്യകം. ആരണ്യകം എന്ന് പറഞ്ഞാൽ കാട്. 3ആമത്തെ ആശ്രമം. അപ്പൊ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം. വാനപ്രസ്ഥനുള്ളതാണ് ആ ആശ്രമം. 4ആമത്തേത് സന്യാസം, നമ്മുടെ പരമമായ എത്തിച്ചേരൽ. ഒരു മനുഷ്യന്റെ പൂർത്തീകരണം നടക്കുന്നത് സന്യാസത്തിലാണ്. നാം അതിലേക്ക് കടന്നു ചെല്ലണം. നമ്മുടെ പ്രമോഷൻ, ഇതിൽ നിന്നൊക്കെ പ്രമോഷൻ കിട്ടിയിട്ട് അതിൽ നിന്ന് വേണം റിട്ടയർ ആവാൻ, സന്യാസത്തിൽ നിന്ന്. അങ്ങനെ ബ്രഹ്മചര്യം പരിസമാപ്യ ഗൃഹീ ഭവേത്, ഗൃഹീ ഭൂത്വ വനീ ഭവേത്, വനീ ഭൂത്വ പ്രവ്രജേത്, പരിവ്രാജനം. ഇതാണ് സന്യാസം. അപ്പൊ വേദത്തിന്റെ 4 പിരിവുകൾ നാമുമായിട്ട് ബന്ധിപ്പിച്ചു. അപ്പൊ നമ്മൾ ഇതിനനുസരിച്ചാ പോകുന്നതെന്നുണ്ടെങ്കിലോ ഒരു കുഴപ്പമില്ല. ജ്ഞാനേശ്വരി മഹാരാജാവിന്റെ പിതാവ് കുട്ടികൾക്ക് തന്നെ പേരിട്ടത് 2 പേർക്ക്, പ്രവൃത്തിനാഥൻ എന്നും നിവർത്തിനാഥൻ എന്നുമാണ്. നല്ല രസമാണ്. നമുക്കറിയില്ലേ ശരിക്കും പറഞ്ഞാൽ പ്രവർത്തിക്കേണ്ടത് എപ്പോഴാണ്, നിവർത്തിക്കേണ്ടത് എപ്പോഴാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ പലതിൽ നിന്നും നാം നിവർത്തിക്കേണ്ടവരാണ്. പക്ഷെ നമ്മൾ നിവർത്തിക്കുന്നില്ല. ഈ കല നമുക്കറിയില്ല. എത്ര കാലം പ്രവൃത്തി ചെയ്യാം, എത്ര കാലം നിവർത്തി എന്ന് പറഞ്ഞാൽ ഉടമസ്ഥതാബോധം ഇല്ലാതെ മാറി നിന്ന് അനുഗ്രഹിക്കലാണ്. അപ്പൊ അതൊക്കെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം. അപ്പൊ ആ വേദത്തെ ഒരു കാലത്ത് വ്യാസൻ എന്ന കൃഷ്ണദ്വൈപായനൻ എന്ന ഋഷി, പരാശര മഹർഷിയിൽ സത്യവതിയിൽ ജനിച്ച ഈ ഇതിഹാസത്തിന് രൂപം കൊടുത്ത വ്യാസ മഹർഷി അതിനെ വ്യസിച്ചു, പകുത്തു, അതിനൊരു ഓർഡർ ഉണ്ടാക്കി. അതുകൊണ്ട് അദ്ദേഹത്തിന് വേദവ്യാസൻ എന്ന് പേര് വന്നു. അതുകൊണ്ട് വ്യാസര് വേദം രചിക്കുന്നില്ല. അങ്ങനെ വ്യാസരാണ് അതിന് ഋഗ്വേദമെന്നും യജുർവേദമെന്നും സാമവേദമെന്നും അഥർവവേദമെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ വേദത്തില് പല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേദവാദരഥന്മാരായിട്ടുള്ളവർ എന്ന് പറയുമ്പം വേദത്തിൽ പറഞ്ഞിട്ടുള്ള ചില ബാഹ്യമായ നേട്ടത്തിന്റെയും കോട്ടത്തിന്റെയും ഒക്കെ കാര്യങ്ങളിൽ വ്യാപൃതരായി നിൽക്കുന്നവർ, അതാണ് വേദം. ഉപനിഷത്തിലേക്ക് അവരുടെ ശ്രദ്ധ പോയിട്ടില്ല. അവർ ഈ 1ാമത്തെ ഇതിലിങ്ങനെ നിന്ന് കളിക്കുക, അധികാരത്തിന്റെയും യശസ്സിന്റെയും ഒക്കെ. അതുകൊണ്ട് അവർ പറയുന്നു അന്യത് ന അസ്തി, വേറെ ഒന്നുമില്ല. അന്യത് എന്ന് പറഞ്ഞാൽ സ്വർഗപ്രാപ്തി തന്നെ. കഠോപനിഷത്തില് നചികേതസിന് യമധർമ്മൻ സ്വർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഉപനിഷത്തിൽ നല്ല കാലത്തിന് അത് എഴുതിയിട്ടില്ല, എങ്ങനെയാ സ്വർഗം കിട്ടേണ്ടത് എന്നുള്ളത്. ഇഷ്ടിക നിരത്തിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഇഷ്ടികയൊക്കെ തിരിച്ച് എങ്ങനെയാ നിരത്തേണ്ടത് എന്ന് യമൻ ചോദിക്കുന്ന സമയത്ത് തിരിച്ചുത്തരം പറഞ്ഞു കൊടുക്കും, എങ്ങനെയൊക്കെയാണെന്ന്. അത്രയേ ഉള്ളൂ ഉപനിഷത്തില്. അതുകൊണ്ട് ഇത്ര ഇഷ്ടിക നിരത്തി ഇന്ന വിധത്തിൽ ഇന്ന ഹോമം ചെയ്താൽ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആ വഴിക്ക് പോവും എന്ന് ഋഷിക്ക് പണ്ടേ അറിയാം.
അതുകൊണ്ട് അവൻ ആ വിദ്യ പഠിച്ചു എന്ന് പറയുന്നു. അപ്പൊ അവര് പറയുന്നു അന്യത് ന അസ്തി ഇതി, സ്വർഗമല്ലാതെ വേറെയൊന്നും ഇല്ല എന്ന് പറയുന്നു. വാദിനഹ, അവരെന്താണ് വാദിക്കുന്നവരും, കാമാത്മാനഹ, ആശ നിറഞ്ഞ മനസ്സോടു കൂടിയിട്ടുള്ള കാമനകളുടെ ഭാണ്ഡങ്ങളാണ് അവർ എന്ന് പറയാ, ആഗ്രഹങ്ങളാണ്. സ്വർഗപരാഹ, സ്വർഗത്തെ പരമായി കാണുന്നു, സ്വർഗമാണ് അവരുടെ ലക്ഷ്യം. സ്വർഗപരാഹ ആരാണത്രേ അവർ? അവിപശ്ചിത, മൂഢബുദ്ധികൾ, അവിപശ്ചിതന്മാരായിട്ടുള്ള ഭോഗൈശ്വര്യഗതിം പ്രതി, ഭോഗൈശ്വര്യത്തിന്റെ അതിനെ ആഗ്രഹിച്ചുകൊണ്ട്. സത്യം പറഞ്ഞാൽ എന്താ ഈ സ്വർഗം? നമ്മുടെ സങ്കല്പത്തിലെ സ്വർഗം, നാം ആഗ്രഹിക്കുന്ന സ്വർഗം സ്വാമി പറഞ്ഞുതരാം. പണിയൊന്നും എടുക്കണ്ട. പിന്നെയോ എല്ലാറ്റിനും ആളുണ്ട്. കുളിപ്പിച്ചു തരാനും, തോർത്തി തരാനും, പല്ല് തേപ്പിക്കാനും, ഭക്ഷണം കൊണ്ടു തരാനും എല്ലാം. ഒന്നും ചെയ്യണ്ട, ഒരു പണിയും ചെയ്യണ്ട. ചായ വേണോ, കാപ്പി വേണോ, ചായക്ക് കടുപ്പം കൂട്ടണോ കുറയ്ക്കണോ, എത്ര, കുളിക്കാൻ ചൂടുവെള്ളം വേണോ, അധികം ചൂട് വേണോ, കുറവ് വേണോ, ഒന്നിനും നിങ്ങൾക്ക് എന്താ പറയുക, ഒരു കുറവുണ്ടാവില്ല. നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഒരിക്കലും ഒരാൾ സ്വർഗത്തിൽ പോയി നോക്കുമ്പോൾ അദ്ദേഹം ഇവിടെ വളരെ ആക്ടിവിറ്റിയൊക്കെ ആയിട്ട് നടന്ന ആളാണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ല. അദ്ദേഹം ചെന്നുടനെ വിചാരിച്ച ഒരു നല്ല ചായ കിട്ടിയിരുന്നെങ്കിൽ ഉടനെ വന്നു ചായ, അദ്ദേഹം സങ്കല്പിച്ച പോലത്തെ ചായ. ഒരു ബിസ്ക്കറ്റും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കലും ബിസ്ക്കറ്റ് എത്തി. പിന്നെ കിടന്നു ഉറങ്ങി. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സങ്കല്പിക്കുമ്പോഴേക്കും ആളുകൾ വരുന്നു എല്ലാം ചെയ്യാൻ. അദ്ദേഹം ചോദിച്ചത് ഇതെന്ത് സ്വർഗ ഇത്? അപ്പൊ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് തെറ്റിപ്പോ, ഇത് നരകമാണെന്ന്. സ്വർഗമല്ല. നല്ലൊരു തമാശയുണ്ട്. അതായത് നാം ആഗ്രഹിക്കുന്നു എല്ലാം നമുക്ക് ഓരോരുത്തർ ചെയ്തു തരണം, എല്ലാം ആരെങ്കിലും ചെയ്തു തരണം. രാവിലെ നമ്മളെ എഴുന്നേൽപ്പിച്ച് അങ്ങോട്ട് ഏതെങ്കിലും, ഇനിയിപ്പോ ഒരു മിഷൻ ഉണ്ട് എന്നിരിക്കട്ടെ, അതിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പല്ല് തേച്ച് കുളിച്ച് തോർത്തിങ്ങോട്ട് നമ്മൾ മേടിക്കും. അത് അതിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോന്നാൽ മതി, എല്ലാം ചെയ്തു തരും അവർ. അങ്ങനെ ഒരു മിഷൻ ഉണ്ടെങ്കിൽ. ഈ റോബോട്ടുകൾ, ഈ കഴിഞ്ഞ ദിവസം കണ്ടു, റോബോട്ടുകൾ മാർക്കറ്റിൽ പോകാൻ കൂടെ വരുന്നു, എല്ലാം ചെയ്തു തരുന്നു. റോബോട്ടിനെ വികസിപ്പിച്ചെടുത്താൽ പല്ലൊക്കെ തേപ്പിച്ചു തരും. ചിലപ്പോൾ പല്ല് ഉണ്ടാവില്ല അവസാനം. അതെ. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നു, എന്താഗ്രഹിക്കുന്നു? എനിക്കെല്ലാം ചെയ്തു തരാൻ ആരെങ്കിലും ഉണ്ടായിരിക്കണം. എന്റെ സ്വാമി, ഈ അടുക്കള തന്നെ ഒരു ദിവസം അടുക്കളയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ തന്നെ ഞങ്ങളുടെ സ്വർഗ്ഗം. എന്താണെന്നറിയോ? സ്വാമിക്ക് അറിയോ ഞങ്ങളുടെ കഷ്ടപ്പാട്? അറിയാം, സ്വാമിക്ക് നന്നായിട്ട് അറിയാം. സത്യം പറയട്ടെ, അത് രാവിലെ ആ അടുക്കളയിൽ കയറി ഉള്ളവർക്ക് മുഴുവൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, എന്നാലുണ്ടല്ലോ പല്ല് കടിച്ചിട്ടാ പറയാ, കഴിച്ച പാത്രം ഒന്ന് കഴുകി വെക്കുക. അതുപോലും ചെയ്യാതെ അവിടെ ഇട്ടുകൊണ്ട് അങ്ങോട്ട് പോകും. നേരമില്ലാത്ത നേരത്തെ അതെല്ലാം കൂടെ എടുത്ത് ഒന്ന് വാഷ് ബേസിൽ വെച്ചാൽ മതിയായിരുന്നു, അതുപോലും ചെയ്യില്ല. ഞാൻ മറന്നുപോയാൽ അതാ ഡൈനിങ് ടേബിളിൽ അങ്ങനെ കിടക്കും, ഓഫീസിൽ നിന്ന് വിട്ട് വരുന്നത് വരെ. അതൊക്കെ ഇങ്ങനെ ഉണങ്ങി പിടിച്ചിട്ട് പിന്നെ അത് കഴുകിയെടുക്കാൻ എത്ര ബുദ്ധിമുട്ടാണെന്നറിയാം. ഇങ്ങനെ വെച്ച സാധനങ്ങള്, കഴിച്ച സാധനങ്ങള്, പിന്നെ അതിൻ്റെ ഇടയിൽ ഗ്യാസ് ഉണ്ടാവില്ല, അത് ഇതിങ്ങനെ ഞങ്ങളുടെ ആ അടുക്കള എന്നുള്ള ലോകം. ഒരു ദിവസം അതിന് ഇന്ന് ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കാൻ പുറത്തു പോവുക, അതുകൊണ്ട് ഇന്ന് അടുക്കളയിൽ ഒരു എന്തോ ഒരു സന്തോഷമാണ്. ഇന്ന് പുറത്താണ് എല്ലാവർക്കും ഭക്ഷണം എന്നൊക്കെ പറഞ്ഞു. കാരണം ഇത് കഴുകണ്ടല്ലോ. പിന്നെ സ്വാമി അലക്കലോ, അയ്യോ ഇത് മുഴുവൻ അലക്കി, ഇതൊക്കെ ഉണക്കി ഉണ്ടാക്കാൻ മഴക്കാലത്ത് ഞങ്ങൾ വിടുന്ന പാടറിയോ? ഇന്ന ദിവസം 2 നേരം മാറ്റണം. അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഇതിൽ നിന്നുള്ള ഒരു രക്ഷയാണ് നമ്മെ സംബന്ധിക്കുന്ന സ്വർഗം. അല്ലാതെ ഇപ്പൊ സ്വർഗത്തെക്കുറിച്ച് നമ്മൾ എന്താ ഇപ്പൊ കേട്ടിട്ടുള്ളത്? പിന്നെ അല്ലറ ചില്ലറ മറ്റു കാര്യങ്ങളൊക്കെ അതിരിക്കട്ടെ. ആലോചിക്കുക, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ സ്വർഗത്തെ നമ്മൾ ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമം നടത്തിയാൽ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനും നിങ്ങളുടെ കൂടെ ഒരാൾ വന്നാൽ നിങ്ങൾക്കതൊരു ബോറായിരിക്കില്ലേ?
അങ്ങേയറ്റം ബോറായിരിക്കുന്നു പറയാം, അരോചകം സൃഷ്ടിക്കുന്ന. കാരണം എല്ലാം ചെയ്തു തരാൻ ഒരാളുണ്ടായിരിക്കേണ്ടി ഇരിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ചലനശേഷി മുഴുവൻ നഷ്ടപ്പെട്ട് തളർവാദം പിടിച്ചു കിടക്കുന്ന സമയത്താണ്. ആരോഗ്യത്തോടുകൂടിയിരിക്കെ തളർവാദം പിടിച്ചു കിടക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് നാം സ്വപ്നം കാണലാണ് സ്വർഗം. അല്ലാതെ വേറെന്താ? ഈ കരചരണങ്ങളെ സൃഷ്ടിച്ചത് എന്തിനാ? എഴുന്നേറ്റ് നടന്ന് എല്ലാം എടുത്ത് കൊടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാ. അപ്പൊ എത്ര നമ്മൾ വിയർക്കുന്നുവോ, എത്രത്തോളം ഇതൊക്കെ ചെയ്യുന്നുവോ, ഈ ചെയ്യുന്നതിനൊക്കെ നമുക്കൊരു ചിട്ട വേണം, ഒരടുക്കുണ്ടായിരിക്കണം. പിന്നെ വീട്ടിലൊക്കെ ആണെങ്കിൽ അതിൽ സഹകരിക്കാൻ തയ്യാറാവണം, കുട്ടികൾ ഉൾപ്പെടെ ഭർത്താക്കന്മാരും എല്ലാവരും. ഈ ആണുങ്ങൾക്കൊക്കെ ഒരു ചിന്തയുണ്ടേ, ഒരു ചായ ഉണ്ടാക്കിയാൽ എന്തോ നഷ്ടപ്പെട്ടു പോകുമെന്ന്. അല്ലെങ്കിൽ ഭാര്യ അടുക്കളയിൽ ഒരു നാളികേരം ചിരവി കൊടുത്തു കഴിഞ്ഞാൽ തന്റെ കലക്ടറായിട്ടുള്ള ആ ഇരിക്കുന്നതെല്ലാം ഇടിഞ്ഞു വീഴുമെന്ന്. ഒന്നുമില്ല. രാവിലെ നിങ്ങൾ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ട് പച്ചക്കറി നുറുക്കിയാൽ വളരെ നല്ലത്. ഒരാൾ പത്രം വായിച്ചാൽ മതി, മറ്റേയാൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഇത് മൂപ്പര് ഇരിക്കുക പത്രമായിട്ട്. ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ നോക്കും, കഴിഞ്ഞിട്ടുണ്ടോ വായന എന്നില്ലേ. ആകെ ചെയ്യുന്നത് അതാ. രാവിലെ തന്നെ വന്ന ആ കസേരയുടെ മുൻപിലമത്തിരുന്ന് പത്രം നോക്കി, പിന്നെ കുളി കഴിഞ്ഞു, ഭക്ഷണവും കഴിച്ചു. എന്നാ ഞാനും കൂടെ ഉണ്ട്, എന്നെയും കൂടെ അവിടെ വിടുക, നീ ബസ്സിന് വന്നാൽ മതി. ആള് പോയി. അപ്പൊ ഇങ്ങനെയുള്ളിടത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം, നമുക്ക് സ്വർഗത്തെ സൃഷ്ടിക്കാം. സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പര ധാരണയോടുകൂടിയുള്ള ഒരു ആനന്ദകരമായിട്ടുള്ള ഒരു ജീവിതം. ഈ സ്വർഗത്തെ നമ്മൾ ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമം നടത്തിയാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ നിങ്ങളുടെ കൂടെ ഒരാൾ വന്നാൽ നിങ്ങൾക്കതൊരു ബോറായിരിക്കില്ലേ? അങ്ങേയറ്റം ബോറായിരിക്കുന്നു പറയാം, അരോചകം സൃഷ്ടിക്കുന്ന. കാരണം എല്ലാം ചെയ്തു തരാൻ ഒരാളുണ്ടായിരിക്കേണ്ടി ഇരിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ചലനശേഷി മുഴുവൻ നഷ്ടപ്പെട്ട് തളർവാദം പിടിച്ചു കിടക്കുന്ന സമയത്താണ്. ആരോഗ്യത്തോടുകൂടിയിരിക്കെ തളർവാദം പിടിച്ചു കിടക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് നാം സ്വപ്നം കാണലാണ് സ്വർഗം. അല്ലാതെ വേറെന്താ? ഈ കരചരണങ്ങളെ സൃഷ്ടിച്ചത് എന്തിനാ? എഴുന്നേറ്റ് നടന്ന് എല്ലാം എടുത്ത് കൊടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാ. അപ്പൊ എത്ര നമ്മൾ വിയർക്കുന്നുവോ, എത്രത്തോളം ഇതൊക്കെ ചെയ്യുന്നുവോ, ഈ ചെയ്യുന്നതിനൊക്കെ നമുക്കൊരു ചിട്ട വേണം, ഒരടുക്കുണ്ടായിരിക്കണം. പിന്നെ വീട്ടിലൊക്കെ ആണെങ്കിൽ അതിൽ സഹകരിക്കാൻ തയ്യാറാവണം, കുട്ടികൾ ഉൾപ്പെടെ ഭർത്താക്കന്മാരും എല്ലാവരും. ഈ ആണുങ്ങൾക്കൊക്കെ ഒരു ചിന്തയുണ്ടേ, ഒരു ചായ ഉണ്ടാക്കിയാൽ എന്തോ നഷ്ടപ്പെട്ടു പോകുമെന്ന്. അല്ലെങ്കിൽ ഭാര്യ അടുക്കളയിൽ ഒരു നാളികേരം ചിരവി കൊടുത്തു കഴിഞ്ഞാൽ തന്റെ കലക്ടറായിട്ടുള്ള ആ ഇരിക്കുന്നതെല്ലാം ഇടിഞ്ഞു വീഴുമെന്ന്. ഒന്നുമില്ല. രാവിലെ നിങ്ങൾ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ട് പച്ചക്കറി നുറുക്കിയാൽ വളരെ നല്ലത്. ഒരാൾ പത്രം വായിച്ചാൽ മതി, മറ്റേയാൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഇത് മൂപ്പര് ഇരിക്കുക പത്രമായിട്ട്. ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ നോക്കും, കഴിഞ്ഞിട്ടുണ്ടോ വായന എന്നില്ലേ. ആകെ ചെയ്യുന്നത് അതാ. രാവിലെ തന്നെ വന്ന ആ കസേരയുടെ മുൻപിലമത്തിരുന്ന് പത്രം നോക്കി, പിന്നെ കുളി കഴിഞ്ഞു, ഭക്ഷണവും കഴിച്ചു. എന്നാ ഞാനും കൂടെ ഉണ്ട്, എന്നെയും കൂടെ അവിടെ വിടുക, നീ ബസ്സിന് വന്നാൽ മതി. ആള് പോയി. അപ്പൊ ഇങ്ങനെയുള്ളിടത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം, നമുക്ക് സ്വർഗത്തെ സൃഷ്ടിക്കാം. സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പര ധാരണയോടുകൂടിയുള്ള ഒരു ആനന്ദകരമായിട്ടുള്ള ഒരു ജീവിതം. നമ്മൾ കൂട്ടായിട്ട് നമ്മൾ പലതും എന്താ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഈ പുരുഷന്റേത് സ്ത്രീയുടേത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ മിഥ്യാധാരണകളാണ്. പലരും പറഞ്ഞു തന്നിട്ടുണ്ട്, ഓഫീസിലൊക്കെ വെച്ചിട്ടാണ് ഈ ചർച്ച. എടോ നീ ഒരു വഷളനാട്ടോ, നീ ആണുങ്ങൾക്ക് പേരുദോഷം ഉണ്ടാക്കുന്നവനാണ്, അതുകൊണ്ട് നീ മേലിൽ ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യരുത്. അതുകൊണ്ട് പലർക്കും പറയാൻ പേടിയാ. ചിലർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും കിട്ടില്ല, അതുകൊണ്ട് ഭയം കൊണ്ട് ചെയ്യും. അതെ, അവരെ ആ വിധത്തിലാക്കി വെച്ചിട്ടുണ്ട് അവർ. നേരെ മറിച്ചുണ്ട്, ചിലര് സ്ത്രീകൾ എഴുന്നേൽക്കുന്നത് ഒരു 8-8:30. പാവം ഇദ്ദേഹം രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് തുടങ്ങും എല്ലാം ചെയ്യാൻ. അവിടെയൊക്കെ നമുക്കൊരു ധാരണയുണ്ടെങ്കിൽ, പരസ്പര ധാരണയുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ അന്തരീക്ഷം.
ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന സമയത്താണ് ഇതിൽ നിന്നുള്ള ഒരു വിടുതലായി സ്വർഗം നമ്മുടെ മനസ്സിൽ കടന്നുകൂടുന്നത്. കാരണം ഇത്ര വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തു പോരുന്ന ഈ ഒരു ദുരിതത്തിൽ നിന്ന് ഭഗവാനെ കുറച്ചു കാലമെങ്കിലും ഇതൊന്നും ചെയ്യാതെ, ഈ അടുക്കളയിൽ പണിയെടുക്കാതെ, ഇതൊന്നുമില്ലാതെ എനിക്കിങ്ങനെ എല്ലാവരും ഇങ്ങനെ വേണ്ടതൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകം തരക്കേടില്ല. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അവര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ അടുത്ത കാലത്ത് കുറച്ച് ആളുകൾ നടക്കുന്നുണ്ട്. ഒരു 900 പേര് സ്വർഗത്തിലേക്ക് പോകും. അവരെണ്ണൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെ കാണുമ്പോ 901 നിങ്ങൾ അതിന്റെ ആളാന്ന് തോന്നുന്നത്. അതിലൊന്നും നിങ്ങൾ ഭഗവാൻ ഇവിടെ പറയുന്നു അതിൽ വീഴരുത് എന്നാണ്. അവരൊക്കെ അവിപശ്ചിത മന്ദബുദ്ധികളാണ്, മൂഢബുദ്ധികളാണ്. ഭോഗൈശ്വര്യ ഗതിം പ്രതി, ഭോഗൈശ്വര്യപ്രാപ്തിയെ ഉദ്ദേശിച്ചുകൊണ്ട് ക്രിയാവിശേഷ ബഹുലാം, അനേക കർമ്മങ്ങളെ, എങ്ങനെയുള്ള കർമ്മങ്ങൾ? ഭേദങ്ങളോട് കൂടിയിട്ടുള്ള കർമ്മങ്ങളും ജന്മകർമ്മ ഫലപ്രദം, ജന്മകർമ്മത്തെ കൊടുക്കുന്നതും. ഈ കർമ്മങ്ങളെല്ലാം വീണ്ടും വീണ്ടും ജന്മത്തിന്, ജന്മം എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളുടെ ലോകത്തിലേക്ക്, ദുരിതങ്ങളുടെ ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. ഇന്നും ഈ നൂറ്റാണ്ടിൽ പോലും സ്വർഗം കിട്ടുമെന്നും പറഞ്ഞിട്ട് കുട്ടിയെ കൊന്ന് എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത് അല്ലേ? കൽക്കട്ടയിലൊക്കെ നമുക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്ന 2 നാട് അവിടെയാണ്. ഒന്ന് കൽക്കട്ടയും ഒന്ന് കേരളവും. ഏറ്റവും വലിയ വൈരുദ്ധ്യം അവിടെയാണ്. കമ്മ്യൂണിസവും ഉള്ളത്. എങ്ങനെ ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെട്ടു പോകുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്. ഇതിന്റെ ഒക്കെ അത്യുദാത്തമായ ചിന്തകളാണ് കമ്മ്യൂണിസത്തിൽ ഉള്ളത്. പക്ഷെ രണ്ടിന്റെയും നാട് അവിടെയാണ്. ഒന്നവിടെയും ഒന്നിവിടെയും. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നത്. പല കുട്ടിച്ചാത്തനും അവരിവരൊക്കെ ജീവിക്കുന്നത് ഇവിടെയാണ്. വേറെ ഇവിടെ അത്ര കാണില്ല. അങ്ങനെ പല ക്രിയകളും, അതിനുവേണ്ടി അനേക ക്രിയകൾ. കേട്ടിട്ടുണ്ട് ഒരു രാജാവ് ഒരിക്കൽ മരിക്കാൻ എന്താ പറയാ, അദ്ദേഹം മന്ത്രി ലോകത്തിലെ ഏറ്റവും വിഡ്ഢിയുടെ കാര്യം അന്വേഷിക്കാൻ വിടുന്നതാണ് അത്ര. ആരാണ് രാജ്യത്ത് വിഡ്ഢി എന്ന്? അപ്പൊ മന്ത്രി ശരി എന്നാ പോയി അന്വേഷിക്കാം. ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. അതിന്റെ ചുമതല മന്ത്രിക്ക് കൊടുത്തു. ഇപ്പൊ രാജാവ് പറഞ്ഞു രാജമുദ്രയുള്ള ഒരു വടി മന്ത്രി ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഏറ്റവും വിഡ്ഢിക്ക് ഇത് കൊടുക്കുക, പിന്നെ അവനെ ഭടന്മാർ കൊണ്ടുവന്നോളും, അവന് ഉപഹാരമായിട്ട്. അന്ന് എല്ലാവർക്കും ഉണ്ട് ഉപഹാരം. ബുദ്ധിമാനും ഉപഹാരം, വിഡ്ഢിക്ക് ഉപഹാരം. ഈ മന്ത്രി പോയി എന്നാണ്. പോയി രാജ്യത്തെ മുഴുവൻ അന്വേഷിച്ചു. ഒരാളെ ഇദ്ദേഹത്തിന് തികഞ്ഞ വിഡ്ഢിയായിട്ട് കിട്ടിയില്ല. വർഷങ്ങളെടുത്തു എന്നാ ഗവേഷണം. അവസാനം സ്വരാജ്യത്ത് തിരിച്ചെത്തിയപ്പോഴേക്കും നമ്മുടെ രാജാവ് വയോവൃദ്ധനായി, രോഗം ബാധിച്ചു, മരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. രാജ്യത്തിന് ഒരൊറ്റയാളെ പരീക്ഷിക്കാനുള്ളൂ, ഈ രാജാവിന്. മന്ത്രി ഏതായാലും അതും കൂടെ ആവാം എന്ന് കരുതി. മന്ത്രി വിളിച്ചു, മഹാരാജൻ. പരിചയമുള്ളൊരു ശബ്ദം. ആരാണ്? ഞാൻ. പറയൂ. അപ്പൊ മറന്നുപോയിട്ടുണ്ട് സംഗതികളൊക്കെ. അതെ, അങ്ങ് ഇതാ വലിയ വലിയ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഈ രാജ്യത്ത്. അങ്ങയുടെ ശരീരം വിടാൻ സമയമായി എന്ന് കൊട്ടാരം വൈദ്യന്മാരൊക്കെ പറയുന്നു. അതെ, എനിക്ക് എന്തൊക്കെയോ വന്നു, എനിക്ക് പ്രായമായി, അതെ അങ്ങനെ തോന്നണം. പക്ഷെ എനിക്കൊരു ശങ്ക. അങ്ങ് എന്തായാലും സ്വർഗത്തിലേക്കാ പോവുക. അവിടെ വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങ് അവിടെ എത്തുമ്പോഴേക്കും അവിടെ അങ്ങേ സ്വീകരിക്കാനോ അവിടെ കൊട്ടാരോ വല്ലതും പണിതിട്ടുണ്ടോ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്നാ അതിനു വേണ്ട കർമ്മങ്ങളൊക്കെ ഉടനെ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഈ വടി കൊടുത്തിട്ട്, ഇതാ മഹാരാജൻ പിടിച്ചോളാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് വേണ്ടി എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ മൂഢതയെ സൂചിപ്പിക്കുന്ന ഒരു സെൻ കഥയാണ്. ഭഗവാൻ ഇവിടെ പറയുന്നു എന്താണ്? ക്രിയാവിശേഷ ബഹുലാം ജന്മകർമ്മ ഫലപ്രദാം അവിപശ്ചിത ഭോഗൈശ്വര്യ ഗതിം പ്രതി. അവരെന്ത് സംസാരിക്കുന്നു, എന്ത് ഭംഗിയായിട്ടാ പറയുന്നതെന്നറിയോ? യാതൊരുവരുടെ ഇമാം പുഷ്പിതാം വാചം, നല്ല ഫ്ലവർ വേർഡ്സ്, പൂത്തുലഞ്ഞ വാക്കുകൾ അവരങ്ങനെ പറയും. കേട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എന്താ പറയാ, അത്ഭുതപ്പെട്ടു പോകും. ഭഗവാൻ തന്നെ പറയുന്നു ഇമാം പുഷ്പിതാം വാചം എന്ന്. അതായത് അതിൽ പൂവേ ഉള്ളൂ, കായയില്ല.
കായയെ തരാൻ പറ്റില്ല, ഫലം തരാൻ പറ്റാത്ത കേവലം ഗന്ധം മാത്രം പ്രദാനം ചെയ്യുന്ന വാക്കുകൾ കേൾക്കാൻ നല്ല രസമുണ്ടാവും. അതിൽ നമ്മൾ വീണുപോകും. ചാർവാകം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മധുരമായ ഭാഷണം ചാർവാകം. അവൈദികമായിട്ടുള്ള ദർശനമാണ് ബൗദ്ധവും ചാർവാകവും മറ്റും. ചാർവാകം അങ്ങനെയുള്ള മധുരമായ ഭാഷണങ്ങളുണ്ട്. അവരെന്താ പറയുന്നത് എന്നറിയോ? യാവത് ജീവേത് സുഖം ജീവേത്. വാ 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 വാ. എന്താണ്? എത്ര കാലം ജീവനുണ്ടോ അത്ര കാലം സുഖമായിട്ട് ജീവിക്കുക. അതെങ്ങനെയാ പറ്റുക? ഋണം കൃത്വ ഘൃതം പിബേത്. കടം മേടിക്കുക, നെയ് കുടിക്കുക. അപ്പൊ അത് തിരിച്ചു കൊടുക്കണ്ടേ? വേണ്ട. ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുതഃ. അസ്യ ദേഹസ്യ ഭസ്മീഭൂതസ്യ. ഈ ദേഹമിടോ ഭസ്മമാവൂ, പിന്നെ ഇതെങ്ങനെ പുനരാഗമനം കുതഃ? ഇതെങ്ങനെ തിരിച്ചു വരും? ഇത് വളരെ ഒരു അപകടകരമായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു കാഴ്ചപ്പാടാണ്. ഇത് നമ്മളെ അങ്ങേയറ്റം സ്വാധീനിച്ചിട്ടുണ്ട്. വിശിഷ്യ കേരളീയര്. ഋണം കൃത്വ ഘൃതം പിബേത്. നമ്മുടെ ഒറ്റ പരിപാടി ഇപ്പൊ ഇതാണ്. കടം മേടിക്കുക, നെയ് കുടിക്കുക. നെയ് കുടിക്കുക എന്ന് പറഞ്ഞാൽ ബൂത്തിലെ പശുവിന്റെ നെയ്യല്ല. അത് കുടിച്ചാൽ പിന്നെയും നന്നാവുമായിരുന്നു. എന്നാൽ അതും കുടിക്കില്ല. കുടിക്കുന്നത് വേറെ ഒരു ഒന്നാണ്. കടം മേടിച്ച് ഭോഗങ്ങൾ അനുഭവിക്കുക. എല്ലാറ്റിനും കടമാണ്. ലോൺ മേള, ലോൺ യജ്ഞം. പണ്ടൊക്കെ ഒരു ലോണ് കിട്ടാനുള്ള പാട്. ഇന്ന് റെഡി ക്യാഷിന് എന്തെങ്കിലും സാധനം മേടിക്കാൻ പോകുമ്പോൾ ചോദിക്കുക, സാറേ ലോൺ ഉണ്ട്, അതെടുത്തൂടെ, എന്തിനാ ഈ റെഡി ക്യാഷ് കൊടുക്കുന്നത്? ഇത് FD ആക്കി മാറ്റും, ഞാൻ ലോൺ തരാം. ബാങ്ക് മാനേജർ ഇവിടെ ഇരിക്കുന്നുണ്ട് പലരും. എന്തിനും ലോണാണ്. ഇപ്പൊ നമ്മുടെ കുട്ടിക്ക് അവർക്ക് ഡോക്ടറാവണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങളെ കൊണ്ടൊക്കെ കൂടുവോ? ആര് പറഞ്ഞു? എഡ്യൂക്കേഷൻ ലോണിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഒപ്പിടണം ഞങ്ങൾ തരുന്ന കടലാസിൽ. നിങ്ങൾക്ക് വീടുണ്ടോ സ്വന്തമായിട്ട്? അച്ഛന്റെ താവഴിയായിട്ട് കിട്ടിയ ഇതുണ്ട്, അതിന് ആധാരമില്ല. ഉണ്ട്, അത് എന്നെ ഏൽപ്പിച്ചാൽ മതി. പിന്നെ ഞങ്ങൾ തരാം, നിങ്ങളുടെ കുട്ടിക്ക് ലോണ് തരാം. ഈ കുട്ടി ലോൺ എടുത്ത് പഠിച്ച് ഇങ്ങനെ ഇപ്പം കുഴപ്പത്തിലൊക്കെ ഉള്ള പലതും നിങ്ങൾക്കറിയാലോ. ലോൺ മേടിച്ചാൽ എന്തൊക്കെയാ സംഭവിക്കുക. അപ്പൊ ഋണം കൃത്വ ഘൃതം പിബേത്. കടം മേടിക്കുക, നെയ് കുടിക്കുക, ഭോഗങ്ങൾ ഇങ്ങനെ അനുഭവിക്കുക, വസ്തുവകകൾ മേടിച്ചുകൊണ്ടിരിക്കുക. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്. വീട്ടിലെ എല്ലാ സാധനങ്ങളും എന്താ നമുക്കിന്നിപ്പോ കടത്തിന് കിട്ടാത്തതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. എല്ലാം നമ്മൾ ആഗ്രഹിച്ചാൽ മതി. നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് സംസാരിച്ചാൽ മതി ഒരു കാറ് മേടിക്കണം. ഒട്ടനെ കാറ് കമ്പനിക്കാരൻ വീട്ടിലെത്തും. വീട്ടിൽ രജിസ്റ്റർ ചെയ്ത് കൊണ്ടുതരികയാണ്. പണ്ടൊന്നും അത് നടക്കില്ല. നമ്മൾ പോകണം അതിനൊക്കെ. ഇന്നൊന്നും വേണ്ട. എല്ലാം പണ്ടൊക്കെ നമുക്ക് ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിലേക്കുള്ള ചിന്തയൊന്നും അത്ര ഉണ്ടായിരുന്നില്ല. അങ്ങനെയല്ല. അവർ പറയുന്നു ഇത് പുതിയ ഔട്ട് ഓഫ് ഫാഷനാണ്, അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത ബ്രാൻഡിൽ ഇതും കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പണ്ട് നമ്മൾ തന്നെ ഇത് വിൽക്കാൻ നടന്നിരുന്നു. ഇപ്പൊ അത് അവരെ ഏറ്റെടുത്തു. ഇപ്പൊ ഏത് കമ്പനി പഴയ സാധനം എടുക്കും? അതായത് ആക്രി കച്ചവടക്കാരന്റെ ജോലിയൊക്കെ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ ഏറ്റെടുത്തിരിക്കുക. നിങ്ങളെ കാർ ഏതും ആകട്ടെ, ഞങ്ങളൊരു വില നിശ്ചയിച്ചെടുത്തോളാം, നിങ്ങളിത് വിൽക്കാനൊന്നും നടക്കണ്ട. നിങ്ങളുടെ TV ഏതുമാകട്ടെ, നിങ്ങളുടെ ഫ്രിഡ്ജ് ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏതുമാകട്ടെ, ഇനി ഇപ്പൊ എടുക്കാനുള്ളത് സാരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, താമസിയാതെ അവരത് എടുക്കും. നിങ്ങളൊരു പഴയ സാരി ഏതെങ്കിലും എടുത്ത് വരൂ ഞങ്ങളുടെ ഷോറൂമിലേക്ക്, പുതിയതുമായിട്ട് പോയി. ഉടനെ ഒരു 5 കൊല്ലം കാത്തിരുന്നാൽ കാണാം നമുക്കിതൊക്കെ. താമസം വിന. അതുകൊണ്ട് ഋണം കൃത്വ ഘൃതം പിബേത്. അടുത്തതാണ് വളരെ അപകടം. അല്ല, ഇത് തിരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റാതെ വരുമ്പോഴോ നമ്മളൊക്കെ നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടില് ജാഗ്രത അവസ്ഥയിൽ പറഞ്ഞ് ഉറപ്പിക്കുന്ന ഒരു അപകടകരമായ ഒരു പ്രസ്താവനയുണ്ട്.
മരിക്കുക തന്നെ വേണ്ടി വരും. പിന്നെയോ കൂട്ട ആത്മഹത്യ വേണ്ടി വരും. കേരളത്തിലെ പല വീടുകളിലും കൂട്ട ആത്മഹത്യയുടെ 99% കാരണവും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയാണ്. ആ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിക്ക് നിദാനമായി നിൽക്കുന്നത് ഈ പല സാധനങ്ങളും മേടിച്ചു കൂട്ടിയിട്ടുള്ളതാണ്. അവിടെ പുതിയ ഫ്രിഡ്ജ് ഉണ്ടാവാം, ഏറ്റവും വലിയ ഫ്രിഡ്ജായിരിക്കും. പിന്നെ വാഷിംഗ് മെഷീൻ ഉണ്ടാവാം, അത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിരിക്കും. ഇങ്ങനെ എല്ലാ സാധനങ്ങളും കൂടെ മേടിച്ച് പല കടയിൽ നിന്നായിരിക്കും. പല കടക്കാരനും കൂടെ ഒരുമിച്ച് വരുമ്പം പിന്നെ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. കുറച്ചും കൂടെ കടം മേടിച്ചിട്ട് വിഷം പോലും കടം മേടിച്ച് കോഴി ബിരിയാണി അതിലെന്താ ചേർത്ത് കൂട്ടത്തോടുകൂടി കഴിച്ചു മരിക്കുക. എത്ര പേരങ്ങനെ ചെയ്യുന്നത്? കടം മേടിച്ച് വീട് വെക്കുന്നു, കടം മേടിച്ച് അത് ചെയ്യുന്നു, കടം മേടിച്ച് ഇത് ചെയ്യുന്നു. കടം തരുന്ന സമയത്ത് അവരൊന്നും പറഞ്ഞിട്ടില്ല ഇതൊന്നും വേണ്ടി വരും, ഒക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റും എന്ന് നമ്മുടെ ഒരു സങ്കല്പമായിരുന്നു. ഇതൊന്നുമില്ലാതെ നമ്മൾ എങ്ങനെയാ ജീവിക്കുക എന്നാ. കുട്ടികൾ അങ്ങനെ പറഞ്ഞു തുടങ്ങി. ഇപ്പൊ അവർക്ക് അത് വേണം, ഇത് വേണം. പിന്നെ പലതും നമ്മൾ അവരെ അറിയിക്കാതെ ഇങ്ങനെ മേടിച്ചു കൊടുക്കുന്നു, കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നു. വലിയ വലിയ സ്വപ്നങ്ങൾ. 2 കുട്ടിയുള്ള ആള് വിചാരിക്കണു 2 കുട്ടിക്കും ഓരോരോ വീട് വെക്കണം, ഓരോ വീടുണ്ടാക്കി കൊടുക്കണം. പെൺകുട്ടികളുള്ളവർ വിചാരിക്കണു എന്റെ ഈശ്വര ഇവരെയൊക്കെ പഠിപ്പിച്ച് ഇനി സ്ത്രീധനം എത്രയാ ചോദിക്കുക, ഇന്ന് ഇത് ഒരു തെങ്ങുമോ കയറുന്നതിനും വേണം 5 ലക്ഷം എന്നൊക്കെ ഉള്ള സംസാരങ്ങൾ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ ഈ വ്യവസായത്തെക്കുറിച്ചാണ്, അതായത് ബിസിനസ്സാണ് സംസാരിക്കുന്നത്. മൂല്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒന്നുമില്ല. അപ്പൊ അതിനുവേണ്ടി നമുക്ക് കടം തരാൻ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം അതിന് നമ്മുടെ വസ്തുക്കൾ മുഴുവൻ പോയാലും അവസാനം നിങ്ങളെ കൊല്ലും ഇവർക്ക് ആവശ്യം അതാ. പിന്നെ അവർക്ക് ഒന്നായിട്ട് എഴുതി തള്ളാം. അങ്ങനെ ഋണം കൃത്വാ ഘൃതം വിവേത് ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുതഃ. പിന്നെ ആത്മാവിനെ അന്വേഷിച്ച് ഒരു ബാങ്ക് മാനേജരും പോവില്ല കാശ് മേടിക്കാൻ. ഇനി 2ാമത് ജന്മം എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യവുമില്ല. അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട് ഇവിടെ. മരിച്ചു കഴിഞ്ഞാൽ കേസ് ഫയല് ക്ലോസ് ചെയ്തു. അതുകൊണ്ട് പലരും ചിന്തിക്കുന്നു മേടിക്കുന്ന സമയത്ത് തന്നെ ഇത് അടയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മരണം തന്നെ, ആത്മഹത്യ തന്നെ വഴിയെന്ന് ജാഗ്രത അവസ്ഥയിൽ തന്റെ ഉപബോധ മനസ്സിലേക്ക്, അതിന്റെ ആഴത്തിലേക്ക്, അടിത്തട്ടിലേക്ക് ഇത് ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ മനസ്സ് പറയുന്നു തൂങ്ങിച്ചത്തോളാൻ, അല്ലെങ്കിൽ റെയിലിന് തല വെച്ചോളാൻ, അല്ലെങ്കിൽ വല്ലവന്റെയും കട്ട് കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നു. ഇതൊക്കെ ചെയ്യുന്നു. നമ്മളെ യാമിമാം പുഷ്പിതാം വാചം, ഇങ്ങനെ അവനെ നോക്ക്, ഇവനെ നോക്ക്, അവൻ്റെത് കണ്ടോ, ഇവൻ്റെത് കണ്ടോ. അവരൊക്കെ വന്നിട്ട് എത്രയായിട്ടല്ലേ ഉള്ളൂ? അവർ കൊച്ചിയിൽ വന്നിട്ട് വെറും 4 വർഷമായിട്ടേ ഉള്ളൂ. കണ്ടോ അവർ വെച്ച വീട്? നിങ്ങൾ 40 വർഷമായിട്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യും? ഇല്ലേ? ഇന്നും എനിക്കും എന്റെ കുട്ടികൾക്കും വാടക വീട്ടിൽ തന്നെ കഴിയാൻ ഗതി. ഇങ്ങനെയൊക്കെ ഇദ്ദേഹത്തിനെ പാവം പറയിപ്പിച്ച് അവസാനം അയാള് ഉള്ള ദിവസവും ഇങ്ങനെ നോക്കും, പത്രം എടുത്തിട്ട് നോക്കുക, എവിടെ എന്താണ്, അവിടെ എന്താ. എപ്പൊ പത്രങ്ങളിൽ വരുന്ന പരസ്യോ അങ്ങനെ 100 രൂപയ്ക്ക് കാർ, പിന്നെയും വായിക്കും. എടാ ഇത് എത്ര പൂജയാണ് നോക്കടാ, അച്ഛന് കണ്ണു കാണാം. 1 ലക്ഷത്തിന് കാറാണ് അച്ഛാ, 100 രൂപയ്ക്ക് കാറ്. ഇത് അക്ഷര പത്രത്തിലേക്ക് വിളിച്ചു, ഹലോ ഇന്നൊരു പരസ്യം കണ്ടു 100 രൂപയ്ക്ക്. അതെ 100 രൂപയ്ക്ക് സാറേ. അതിന്റെ അടിയിൽ വ്യവസ്ഥകൾ ബാധകം എന്ന് പറഞ്ഞൊരു ചെറിയ ഫുട് നോട്ട് കൊടുത്തു. ആഹാ, അപ്പൊ എന്നാ ആ നമ്പറിൽ വിളിച്ചു. ഈ 100 രൂപയ്ക്ക് കാർ എങ്ങനെയാ? പിന്നെ ഇവന്റെ വരവാണ് വീട്ടിലേക്ക്. നമ്മളെ കൊണ്ട് കാർ എടുപ്പിച്ചിട്ട് അവർ വീട്ടിൽ നിന്ന് പോകും. ഇങ്ങനെയാണ് ഓരോ സാധനങ്ങളും നമ്മൾ അറിയാനുള്ളൊരു ആഗ്രഹത്തിനൊന്ന് പോയി നോക്കിയാൽ പെട്ടു. പിന്നെ ഗതി മരണം. എങ്ങനെയുള്ള മരണം? ആത്മഹത്യ. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു, അവിപശ്ചിത ഭോഗൈശ്വര്യഗതിം പ്രതി ക്രിയാവിശേഷ ബഹുലാം ജന്മകർമ്മ ഫലപ്രദാം യാം ഇമാം പുഷ്പിതാം വാചം പ്രവദന്തി. അവരങ്ങനെ പുഷ്പിച്ച വാക്കുകളെയൊക്കെ പറഞ്ഞ് തയാ അപഹൃത ചേതസാം
നമ്മുടെ മനസ്സിനെയാണ് അവര് അപഹരിക്കുന്നത്. മനസ്സിനെ അപഹരിക്കുന്ന, മനസ്സിനെ ഏറ്റവും വലിയ കള്ളൻ എന്ന് പറയുക. അതായത് കൃഷ്ണന് കൊടുത്തില്ല മനസ്സിനെ, പിന്നെ കൊടുത്തതാർക്കാണ്? ദുര്യോധനന്. പിന്നെ എങ്ങനെയിരിക്കും? അപഹൃത ചേതസാം ഭോഗൈശ്വര്യ പ്രസക്താനാം, ഭോഗൈശ്വര്യത്തില് താത്പര്യമുള്ള അവർക്ക് സമാധൗ വ്യവസായാത്മിക ബുദ്ധി ന വിധീയതേ, സമാധിയിൽ അന്ധകരണത്തില് വ്യവസായാത്മിക ബുദ്ധി, നിശ്ചയരൂപമായിട്ടുള്ള ബുദ്ധി ന വിധീയതേ, വിധിക്കപ്പെടുന്നതല്ല, അത് അവരിൽ സംഭവിക്കില്ല എന്ന് പറയുന്നു. എന്താണ് അത് സംഭവിക്കാതിരിക്കാൻ കാരണം? അവരുടെ മനസ്സിൽ ഒരുപാട് കാമനകളുണ്ട് എന്ന് പറയും. വീട്ടിൽ അങ്ങനെ ഇരിക്കുമ്പം ഒരു കവറിൽ ഒരു പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള വധൂവരന്മാരാണ്. അപ്പം അവിടെ ഒരു കവറ് തുറന്നു നോക്കിയപ്പം സിനിമാ തിയേറ്ററിൽ സിനിമയ്ക്കുള്ള ടിക്കറ്റ്, രണ്ടുപേരുടെ ടിക്കറ്റ്, ബാൽക്കണി ടിക്കറ്റ്. അതിലെഴുതിയിരിക്കുന്നു ഗസ് ചെയ്യാൻ. ആരാണ്? ഗസ് ചെയ്യാൻ പറ്റുമെന്ന്. അവരിങ്ങനെ ആലോചിച്ച് ആരായിരിക്കും? നോക്കുമ്പോ ഇന്നത്തെ ടിക്കറ്റ് തന്നെ, ഇന്നത്തെ സിനിമയുടെ ടിക്കറ്റ്, സെക്കൻഡ് ഷോനാണ്. പുത്തൻ പടം, ഗംഭീര പടം. 1 മണിക്കൂർ വരെ ഇന്നാ പോയാൽ കിട്ടില്ല. ആ ടിക്കറ്റാണ്, റിസർവ് ചെയ്തിട്ടുള്ള ടിക്കറ്റ്. തിയേറ്ററിലേക്ക് വിളിച്ചു ചോദിച്ചു, ഉറപ്പിച്ചു. അപ്പൊ ടിക്കറ്റ് കറക്റ്റാണ്. ടിക്കറ്റ് വ്യാജ ടിക്കറ്റ് ഒന്നുമല്ല, ആരെങ്കിലും കബളിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണോ? അവസാനം ഇവരെ ആലോചിച്ചു, ചേട്ടാ ഏതായാലും ഫ്രീ ടിക്കറ്റ് അല്ലേ, ഇത് നമ്മുടെ ചേട്ടന്റെ ആരെങ്കിലും ഫ്രണ്ട് ആയിരിക്കും, അതെ എന്റെ ഫ്രണ്ട്സ് ആയിരിക്കും, ആരാണ്? എന്തായാലും നമുക്ക് പോവാം. ആരാണ് ഗസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ചോദ്യചിഹ്നപ്പെട്ട ഒരു ചിട്ട് ഉണ്ടായിരുന്നു അതിൽ. ഏതായാലും അവർ സിനിമയ്ക്ക് പോയി. എന്നാൽ തിയേറ്ററിൽ വെച്ച് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു. അവര് നോക്കി ആരെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷെ ഒരാളെയും കണ്ടില്ല. അവരിറങ്ങിപ്പോന്നു. വീട്ടിൽ വന്നപ്പോ വീണ്ടും ഒരു ചിട്ട് ഗസ് ചെയ്യാൻ. വീട്ടിൽ ഒരു സാധനവും ഇല്ല, കംപ്ലീറ്റ് അടിച്ചുപോയി. ഗസ് ചെയ്തോളാൻ. നിങ്ങളിങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പം വീണ് കളയരുത്. എന്നാ ശരി, ടിക്കറ്റ് പോയി സിനിമ അങ്ങോട്ട് കണ്ടു കളയാം. യാമിമാം പുഷ്പിതം വാചം എന്ന് പറയാം. അതിലൊക്കെ അതാ അപഹൃതമായിട്ടുള്ള മനസ്സ്, അപഹരിക്കപ്പെട്ട മനസ്സ്. പുരോഹിതൻ പറഞ്ഞു, ഇത് എന്താ ഈ മനസ്സ് അപഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് പിന്നെ എന്താ പറയാ, ചെകുത്താന്റെ എന്താ, അത് ചെകുത്താന്റെ കളിക്കളാണെന്ന് പറയും. അതിൽ അങ്ങനെ ഒരു പറഞ്ഞു. അപ്പൊ പറയാം, അയ്യോ എന്നാ എന്റെ ഭർത്താവിന്റെ തലമണ്ട അമ്യൂസ്മെന്റ് പാർക്കാണെന്ന്. കാരണം അത്ര അതിലൊന്നുമില്ല എന്നാണ്. എപ്പോഴും പോയിട്ട് ഇദ്ദേഹം ഓരോന്നിൽ പോയി വീഴും. അത് ചെറിയ ഒരു ഏരിയ ഒന്നുമല്ല, അത് വലിയൊരു പാർക്കാണത്. തുടർന്ന് ഭഗവാൻ ഈ കർമ്മയോഗ സിദ്ധാന്തത്തെ ചതുർ സൂത്രമുണ്ട്, 4 സൂത്രങ്ങൾ, കർമ്മയോഗ സൂത്രം, അതൊക്കെ അവതരിപ്പിക്കാൻ പോവുകയാണ്. സാംഖ്യയോഗം, സാംഖ്യശാസ്ത്രത്തെ ഭഗവാൻ അവതരിപ്പിച്ചു കഴിഞ്ഞു. തുടർന്ന് അർജുനനോട് ഭഗവാൻ പറയുന്നു, വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരു നന്ദന ബഹുശാഖാ ഹി അനന്താശ്ച ബുദ്ധയ അവ്യവസായിന. ഉറപ്പുറ്റ ബുദ്ധി, നിശ്ചയമാർന്ന ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരഭൂതമായി വർത്തിക്കുന്ന ശക്തിവിശേഷം അതൊന്നാണ്, അതാണ് ഈ കാണായതെല്ലാം എന്നറിയുന്ന ബുദ്ധി, അതൊന്നാണ് എന്ന് പറയാം. അതിൽ പിന്നെ പല സംശയങ്ങൾക്ക് സാധ്യതകളില്ല. എന്നാൽ പറയുന്നു, അവ്യവസായിനാം ബുദ്ധയ ബഹുശാഖാഹ അനന്താഹ. നിശ്ചയദാർഢ്യമില്ലാത്തവർക്ക് അവരുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അവർക്ക് പല സങ്കല്പങ്ങളാണ്, അത് പലതായി ഇരിക്കുന്നു. തുടർന്ന് ഭഗവാൻ പറഞ്ഞു, ഭോഗൈശ്വര്യ പ്രസക്താനാം തയാപഹൃത ചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധൗ ന വിധീയതേ. അപ്പൊ സമാധി എന്ന് പറഞ്ഞാൽ സമമായ ധീ എന്നാണ്. സമധി ഇത് സമാധി, ധീ ബുദ്ധി. അപ്പൊ ബുദ്ധി കൊണ്ട് ഇത് മുഴുവൻ ഏതൊന്നറിയുന്നതിനെയാണ് സമാധി എന്ന് പറയാം.
അതുകൊണ്ടാണ് ഈ ശാസ്ത്രകാരന്മാർക്കും മറ്റും, ശാസ്ത്രകാരന്മാർക്ക് മാത്രമല്ല, ഇപ്പം സംഗീതത്തില് അല്ലെങ്കിൽ നൃത്തത്തില്, ചിത്രം വരയ്ക്കുന്നവർക്ക്, ഓരോരോ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അതുമായി താതാത്മ്യം പ്രാപിച്ച് അവരവരുടെ വ്യക്തിത്വം വിട്ടുപോകുന്ന സമയത്ത് ക്ഷുദ്രസമാധി എന്ന് പറയും. അല്പമാത്രമായി ഉണ്ടാകുന്ന ആ ഒരു ഏകത, അത് പലരും അനുഭവിച്ചിട്ടുണ്ടാവും. ക്ഷുദ്രസമാധി എന്ന് പറയും. അത് താൽക്കാലികമാണ്. ഇവിടെ പറയുന്നു അതെന്താണ്? ന വിധീയതേ. അത് ആ നിശ്ചയ രൂപമാർന്ന ആ ബുദ്ധി എന്ത് സംഭവിക്കുന്നില്ല? അത് വിധിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു മുറിവുണ്ടാകുന്നില്ല എന്ന് പറയാം. അത് ഉറപ്പുറ്റതായി തീരുന്നു. ഇത്ര വരെയാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞത്. അന്ധകരണത്തില് ഈ ഒരു ഉറപ്പ് നമുക്ക് ഏവർക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. തുടർന്ന് വേദങ്ങളുടെ താത്പര്യം എന്താണെന്നും, വേദങ്ങളുടെ താത്പര്യത്തിനപ്പുറത്തേക്കൊക്കെ പോകാൻ, അല്ലെങ്കിൽ വേദങ്ങൾ എവിടെ നിലകൊള്ളുന്നു അതിന്റെ പരിമിതി അറിഞ്ഞുകൊണ്ട് അതിനപ്പുറത്തേക്ക് നടന്നു നീങ്ങാൻ അർജുനനെ ഭഗവാൻ പ്രേരിപ്പിക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ നോക്കാം. ത്രൈഗുണ്യ വിഷയാ വേദാഃ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥഃ നിർയോഗക്ഷേമ ആത്മവാൻ. ത്രൈഗുണ്യ വിഷയാ വേദാഃ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥഃ നിർയോഗക്ഷേമ ആത്മവാൻ. അർജുനൻ ഭഗവാന്റെ മുൻപിൽ വെച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആ ജീവിതത്തിന്റെ ആഴത്തില്, അതിന്റെ അടിത്തട്ടിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഇത്തരത്തിലുള്ള മറുപടികൾ കൊടുക്കുന്നതും. ശരിക്കും നമ്മൾ ഈ ഭഗവാന്റെ ഉത്തരം കേൾക്കുമ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടണം. അർജുനന്റെ ചോദ്യത്തിന്റെ ആഴങ്ങൾ എത്രയായിരുന്നു എന്ന് പറയണു. ഹേ അർജുന, വേദാഹ സ്ത്രൈഗുണ്യ വിഷയാഹ. അർജുനൻ വേദങ്ങളൊക്കെ ഉദ്ധരിച്ചിരുന്നു. അതുകൊണ്ട് പറയുന്നു, വേദങ്ങൾ 3 വിഷയങ്ങളെ, 3 ഗുണങ്ങളെ സംബന്ധിക്കുന്നതാണ്. 3 ഗുണങ്ങൾ: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. 3 ഗുണങ്ങളെ കുറിച്ച്, അതാണ് അതിലെ വിഷയം. അതുകൊണ്ട് ത്വം നിസ്ത്രൈഗുണ്യ, നീ 3 ഗുണങ്ങൾക്ക് അതീതനാകേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ നീ വേദത്തിന്റെ അപ്പുറത്തേക്ക് തന്നെ പോകേണ്ടതുണ്ട് എന്ന് പറയാം. നിസ്ത്രൈഗുണ്യോ ഭവ നിർദ്വന്ദ്വ, നിന്നിൽ ദ്വന്ദ്വങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. അതുകൊണ്ടാണ് ഈ ഭഗവത്ഗീതയില് യുദ്ധത്തെ ന്യായീകരിക്കുന്നതിനായിട്ട് മനുവിന്റെ സ്മൃതി ഉദ്ധരിച്ചുകൊണ്ട്, മനുവിന്റെ സ്മൃതിയിൽ സ്വേച്ഛാധിപതിയെ വധിക്കാം എന്ന് മനു പറയുന്നുണ്ട്. വധാർഹരാണ്. ആദതായിയൊക്കെ അർജുനൻ ഉദ്ധരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ആദതായിൽ അർജുനൻ ഒരു ക്ലോസ് വെക്കുന്നുണ്ട്. എന്താണെന്നറിയോ? സ്വന്തം ആളുകൾ ആദതായി എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ മനുവിന്റെ സ്മൃതിയുടെയൊക്കെ ഒരു പരിമിതി അവിടെ നമുക്ക് ബോധ്യപ്പെടും. സ്മൃതി ഗ്രന്ഥങ്ങളൊക്കെ കേമം തന്നെ, പക്ഷെ കാലാനുസൃതമായിട്ട് അതിന് മാറ്റങ്ങൾ സംഭവിക്കും. സ്മൃതി ഒരിക്കലും പരമപ്രമാണമല്ല എന്ന് പറയാം. ശ്രുതിയാണ് പരമപ്രമാണമായിട്ടുള്ളത്. പക്ഷെ മനുവിനെ സംബന്ധിച്ച് മനുവിന്റെ മുൻപില് സ്വേച്ഛാധിപതിയായ സ്വന്തക്കാരൻ വന്നാൽ എന്ത് എന്ന് മനു ഗവേഷണം നടത്തിയിട്ടില്ല. അതാണ് ഗീതയുടെ മഹത്വം. മനുവിന്റെ വിഷയം ആയിരുന്നില്ല അത്. അർജുനൻ ചോദിച്ചത് അതാണ്. അപ്പം മനുവിന്റെ സ്മൃതിയെ ഉദ്ധരിച്ചുകൊണ്ട് അർജുനൻ ഇത് ചെയ്താൽ തെറ്റല്ല എന്ന് നാം വ്യാഖ്യാനിക്കുന്ന പക്ഷം നമുക്ക് രണ്ടും പിടികിട്ടാതെ പോകും. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു, നോക്കൂ, വേദത്തിനപ്പുറത്തേക്ക് കടക്കാനാ പറയുന്നത്. അപ്പം സ്മൃതിയൊക്കെ ഉദ്ധരിക്കുന്നത് തന്നെ ബാലിശമാണ്. അത് വേദം അതിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള ഒന്നാണ്. ചിലര് കുറച്ച് ഗീതയിലെ ആഴത്തിൽ പഠനം നടത്തുന്നവരുണ്ടാവും. അവരെയും കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാ സ്വാമി പറയുന്നത്. ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്വാമി ഈ പറഞ്ഞ ഒന്നും മനസ്സിലായില്ലല്ലോ, അപ്പൊ മനുസ്മൃതി ഒന്നും അറിയില്ലല്ലോ ഞങ്ങൾക്ക്, ചിലപ്പം ആ വഴിയിലൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അതുകൊണ്ട് അവർക്കും കൂടെ ആയിട്ട് പറയണമെന്ന് പറയാം. സ്മൃതിയുടെ പരിമിതി ഇതാണ്. മനു സ്മൃതി രചിക്കുമ്പം ഗുരുക്കനെ കൊല്ലുന്നത് എങ്ങനെ, സ്വേച്ഛാധിപതിയായ ഗുരു വധാർഹനാണോ എന്നത് മനുവിന്റെ ഗവേഷണ വിഷയമല്ല.
സ്വന്തം അച്ഛന് സദൃശമായിട്ടുള്ളവർ മുൻപിൽ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് മനുവിന് വിഷയമല്ല. മനു ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, സ്വേച്ഛാധിപതിയായിട്ടുള്ള ഒരുവൻ പദാർഹനാണ്. അയാൾ രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ അയാളെ കൊല്ലാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വിഷയം അതൊന്നുമല്ല എന്ന് പറയാം. അപ്പൊ നമ്മൾ പലപ്പോഴും അർജുനനെ ന്യായീകരിക്കാൻ, ഭഗവാൻ ചെയ്തത് ശരിയാണെന്ന് ന്യായീകരിക്കാൻ വേണ്ടി മനുവിനെയൊക്കെ കൂട്ടുപിടിക്കുമ്പം കൃഷ്ണൻ നിന്ന ആ പ്ലാറ്റ്ഫോം നമുക്ക് പിടികിട്ടാതെ പോകും. അത് വലിയ വിഷമാണ്. കൃഷ്ണൻ എവിടെ നിന്നിട്ടാണ് ഇത് പറഞ്ഞത് എന്നത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മനുവിനെ കൂട്ടുപിടിച്ചാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സ്വാമി പറയുന്നു, വേദങ്ങളുടെ വിഷയം തന്നെ ഞാൻ വേദങ്ങളുടെ പരിമിതി നിനക്ക് ബോധിപ്പിച്ചു തരാം. എന്താണ്? ത്രിഗുണാത്മിക, അതായത് 3 ഗുണങ്ങളെക്കുറിച്ച്, ത്രൈഗുണ്യ വിഷയാഹ 3 സത്വരജ തമോ ഗുണങ്ങളെ വിഷയമാക്കിയിട്ടുള്ളതാണ് വേദങ്ങള്. നീ എന്തു വേണം? ത്വം നിസ്ത്രൈഗുണ്യ, നീ സത്വ രജ തമോ ഗുണങ്ങൾക്ക് അപ്പുറമുള്ളവനായി തീർന്ന് നിർദ്വന്ദ്വ, ദ്വന്ദ്വഭാവങ്ങളില്ലാത്തവനായി നിത്യസത്വസ്ഥ. നിത്യസത്വസ്ഥ എന്ന് പറയുമ്പം ശ്രദ്ധിക്കണം, ചില വ്യാഖ്യാനങ്ങളിൽ കാണാം നീ സത്വഗുണാന്വിതനായിട്ടിരിക്കൂ. അങ്ങനെയല്ല. ഭഗവാൻ ആദ്യം പറഞ്ഞത് നിസ്ത്രൈഗുണ്യോ ഭവ എന്നാണ്. 3 ഗുണങ്ങൾക്കപ്പുറത്തേക്ക് പോയിട്ട് പിന്നെ സത്വഗുണത്തിലിരിക്കാനാണോ? അല്ല. അവിടെ സത് എന്ന് പറഞ്ഞാൽ കാലത്രയേപി തിഷ്ഠതി യത് തത് സത്. 3 കാലത്തും മാറാതെ നിലനിൽക്കുന്നത് ഏതോ അതിനെയാണ് സത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ബോധമാണ്, ബ്രഹ്മമാണ്, ആത്മാവാണ്. നീ അതായി തീരുവെന്ന. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന 3 ഗുണങ്ങള്, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങളെക്കുറിച്ച് വളരെ വിസ്തരിച്ചൊരു അധ്യായം തന്നെ ഭഗവത്ഗീതയിലുണ്ട്. സാമാന്യമായിട്ട് നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി പറയാം, നമ്മളൊക്കെ ഈ 3 ഗുണങ്ങളാൽ പ്രഭാവിതരാണ്. ഈ 3 ഗുണങ്ങളാൽ മിശ്രിതമാണ് ഈ ലോകം. ഈ ലോകം ഈ 3 ഗുണങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. നാം മനസ്സിലാക്കിയിരിക്കുന്നു തമോ ഗുണം മോശമാണ്, രജോ ഗുണം കുറച്ചുകൂടെ തരക്കേടില്ല, സത്വഗുണം തരക്കേടില്ല എന്ന്. അങ്ങനെയൊക്കെ മനസ്സിലാക്കിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സത്വഗുണത്തെയും രജോ ഗുണത്തെയും തമോ ഗുണത്തെയും, സത്വഗുണത്തെക്കുറിച്ച് പറയുന്നത് സൃഷ്ടി എന്നാണ്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ സൃഷ്ടി എന്നത് സത്വഗുണമായിട്ടും സ്ഥിതി എന്നത് രജോ ഗുണമായിട്ടും തമസ് ലയമായിട്ടും പറയുന്നു. അപ്പൊ നമ്മിൽ ഈ 3 ഭാവങ്ങളും ഉണ്ട്. ഈ പ്രകൃതിക്ക് ഈ 3 ഭാവങ്ങളുണ്ട്. ഈ ഭാവങ്ങൾ കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും. ഇത് 3 ആവശ്യമുള്ളതാണ്. പക്ഷെ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്ന അധികമായാൽ അമൃതും വിഷം എന്ന് പറയാറുണ്ടല്ലോ. അതുപോലെ വെറും തമോ ഗുണം മാത്രമേ ഉള്ളൂ എങ്കിൽ അയാൾക്ക് തമോ ഗുണിയാണ്. തമോ ഗുണി എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കാൻ തന്നെ വലിയ വിഷമാണ്. അങ്ങനെ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ തന്നെ കുട്ടികളെ കാണാം. ഈ ഗുണത്തിലൊക്കെ പെടുന്നവരുണ്ടാവും. തമോ ഗുണത്തിലും രജോ ഗുണത്തിലും സത്വഗുണത്തിലും ഒക്കെ. അപ്പൊ ഗുണങ്ങളുടെ മിശ്രിതം, ആ ഏറ്റക്കുറച്ചിലൊക്കെ സമമായി വരുമ്പോ ആയുർവേദത്തില് വാതപിത്ത കഫം എന്ന് പറയും. അതിന്റെ ഏറ്റക്കുറച്ചിലാണ് രോഗത്തിന് കാരണമായിട്ട് തീരുക. ഇവിടെ ഇതിന്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ സ്വഭാവത്തെ നിർണയിക്കുന്നു എന്നാണ്. അപ്പൊ തമോ ഗുണികളായിട്ടുള്ളവര് എഴുന്നേൽക്കുന്നതേ വളരെ വൈകിയായിരിക്കും എന്ന് പറയും. അവർക്ക് എല്ലാറ്റിനും തമസാണ്. അവരുടെ ലക്ഷണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ്. അവരെഴുന്നേൽക്കും, എഴുന്നേറ്റ് കുറച്ച് അങ്ങനെ ഇരിക്കും, എന്നിട്ട് വീണ്ടും അങ്ങനെ ഇരുന്നുറങ്ങും. അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ പൊങ്ങിക്കൊണ്ട് അങ്ങനെ ഇറങ്ങും. പിന്നെ 2 അടി കൊടുക്കണം. അപ്പൊ പുതപ്പൊക്കെ അവരുടെ അടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ വീണ്ടും ആ പുതപ്പിൽ അങ്ങനെയൊക്കെ കിടന്നുറങ്ങിക്കളയും. എന്നിട്ട് പിന്നെ ബാത്റൂമിൽ പോയി ഇരുന്നുറങ്ങും. അവിടെ ഇരുന്നുറങ്ങും. എവിടെയൊക്കെ കിട്ടുന്നു അതൊക്കെ അവരുപയോഗിക്കും. എല്ലാം വളരെ താമസിച്ചേ ചെയ്യും. ഒരു പേസ്റ്റ് തുറക്കണമെങ്കിൽ കുറെ സമയമെടുക്കും. അതങ്ങനെ വെച്ചങ്ങനെ ഇരിക്കും. പിന്നെ അത് തുറന്ന് അതിങ്ങനെ ഞെക്കുന്നു. പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ വെക്കും. ഇങ്ങോട്ടെടുക്കാൻ കുറെ സമയമെടുക്കും. അങ്ങനെയാണ് ഇതിന്റെ രീതി. കുളിക്കുന്നതൊക്കെ അങ്ങനെയായിരിക്കും.
തോർത്തൊന്നുമില്ല, മുള്ളൻ പന്നി പോലെ കാണാം ഇങ്ങനെ പകുതി, പുറമൊന്നും നനഞ്ഞിട്ടുണ്ടാവില്ല. മിക്കവാറും ഇതിൽ ഒരു രൂപത്തിലായിരിക്കും. വരുന്നതൊക്കെ വളരെ സാവകാശമൊക്കെ ആയിരിക്കും. എല്ലാറ്റിനും ഒരു താമസം, തമസ് മാത്രം. ഭക്ഷണം കഴിക്കുന്നതിൽ, എഴുന്നേക്കുന്നതിൽ, പോകുന്നതിലെല്ലാം കാണാം ഈ താമസം. രജോ ഗുണിയാണെങ്കിൽ എഴുന്നേൽക്കുന്നതേ അങ്ങനെയാ, ടക്ക് എന്ന് പറഞ്ഞിട്ടൊരു എഴുന്നേൽക്കല, പുതപ്പ് 2 കഷ്ണമാവും. അതെ, ബാത്റൂമിനകത്ത് ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവനൊരൊറ്റ ചവിട്ടാണ്. അത് ചവിട്ടിക്കൊണ്ടാണ് അതിന്റെ ഉള്ളിൽ കയറുന്നതും കാണാം, പുറത്തേക്ക് ഇറങ്ങുന്നതും കാണാം. എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ബ്രഷൊക്കെ അങ്ങനെ, ഏത് ബ്രഷ്, അവന് ഇന്ന ബ്രഷിനൊന്നും അവൻ്റെതായിക്കൊള്ളുന്നില്ല, എടുത്ത് ഒരൊറ്റ ഞെക്കല അഭിഷ്കാന്ന്, അത് അത്രയും പുറത്തേക്ക് ചാടും. തേക്കുമ്പോൾ നമ്മൾ കണ്ടാൽ പേടിയോ, ഇതെല്ലാം കൂടെ വീഴുമെന്നുള്ളത്. തോർത്തുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ശബ്ദം അതിൻ്റെ ഉള്ളിൽ കേൾക്കാം, ടപ്പാട്ടിക്കു ടാട്ടു എന്നൊക്കെ പറഞ്ഞു കുളിക്കുമ്പോൾ. എല്ലാം ഒരു ബഹളമാണ്, കഴിക്കുന്നതും പോകുന്നതും എല്ലാം. രജസിന്റെ എന്താ പറയാ, അതിപ്രസരം. വണ്ടിയൊക്കെ ഓടിക്കുന്നത് കാണുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആ രജസ്, ആ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ തന്നെ നിർത്താൻ തോന്നില്ല അവർക്ക്. ട്രാങ്ക് 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 ഇങ്ങനെ വെച്ചിട്ട്. മറ്റതങ്ങനെയല്ല, ട്രാഫിക് ബ്ലോക്കിൽ വന്നാൽ സ്വിച്ചൊക്കെ ഓഫ് ചെയ്തു, ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഇട്ട് വെച്ചു. പിറകുന്ന് ബാക്കിയുള്ളവരൊക്കെ അടിക്കുമ്പോൾ എന്നിട്ട് സാവകാശം സ്റ്റാർട്ട് ചെയ്ത് അതാണ്. അതങ്ങനെയല്ല, നിർത്തില്ല എന്ന് പറയാം. സത്വഗുണത്തിന് എല്ലാറ്റിനും ഒരു താളമുണ്ട്. എഴുന്നേൽക്കുന്നതിനും പ്രവൃത്തികൾ ചെയ്യുന്നതിനും എല്ലാം. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു പത്രം വായിക്കുന്നത് കണ്ടറിയാം, പത്രം പിടിക്കുന്നത് കണ്ടറിയാം, പത്രം എടുത്ത് അത് തുറന്നു നോക്കുന്നത്. രജോ ഗുണി അങ്ങനെയല്ല, പത്രം കിട്ടിക്കഴിഞ്ഞാൽ തമോ ഗുണി പിന്നെ പത്രം നോക്കില്ല. വല്ലവരും നോക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ പോയി നോക്കും. അതെ, കാരണം അവർക്ക് തുറക്കാൻ ബുദ്ധിമുട്ടാണ്. അതെ, കേട്ടിട്ടുണ്ടാവും നിങ്ങൾ തമോ ഗുണിയുടെ ഒരു കഥ. രാജാവ് തമോ ഗുണിയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പരീക്ഷണം നടത്തിയതാണ്. അപ്പോ സദ്യ ഉണ്ടെങ്കിൽ ഇവർ വരുന്നു പറഞ്ഞു. സദ്യ, ശരി, സദ്യ കൊടുക്കാൻ പറഞ്ഞു. ഒരുപാട് തമോ ഗുണികൾ എത്തിച്ചേർന്നു. അപ്പൊ ഇവരിങ്ങനെ നോക്കുന്നുണ്ട്. ചിലരൊക്കെ പറഞ്ഞു വരാൻ ബുദ്ധിമുട്ടാണ്, ഇങ്ങോട്ട് കൊടുത്തയച്ചാൽ നിങ്ങൾ കഴിക്കാം. അപ്പൊ അവരെയൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തു മന്ത്രി. പിന്നെ ഒരാൾ വിളമ്പിയിട്ട് അങ്ങനെ ഇരിക്കുന്നു. എന്താ കഴിക്കുന്നില്ലേ, ആരെങ്കിലും വാരി തന്നാ കഴിക്കണം. അപ്പൊ അവർ നിശ്ചയിച്ചു ഇതായിരിക്കാം ഒന്നാമൻ. അങ്ങനെ കുറച്ചു പേരെ അവർ സെലക്ട് ചെയ്തു. സമ്മാനം കൊടുക്കാൻ നേരത്ത് ഒരു മന്ത്രി അന്വേഷിക്കാൻ പോയിട്ടുണ്ട് ആളെ. ഏറ്റവും കേമന്മാരെയായിട്ട് പിടിച്ചുകൊണ്ടുവരാനാ പറഞ്ഞത്. അപ്പൊ മന്ത്രി രാജാവ് ഇത് കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പം മന്ത്രി രാജാവിനോട് പറഞ്ഞു, മഹാരാജൻ അങ്ങനെയല്ല, നമ്മുടെ രാജ്യത്ത് വേറൊരു തമോ ഗുണിയുണ്ട്, ഇതിലും ഗംഭീരനാണ് ആളെന്ന് പറയാം. ഡോക്ടർ തമോ ഗുണിയാ, ഡോക്ടറേറ്റ് എടുത്തതാ ഇതില്. എന്നാ കൊണ്ടുവരാൻ പറഞ്ഞു. ഇങ്ങോട്ട് വരില്ല എന്ന് പറയാം. മഹാരാജാവിന് വേണേ അങ്ങോട്ട് പോയി കാണണം. അത് ശരി, എന്നാ പോവാം നമുക്ക്. മഹാരാജാവ് പോയി. എന്തിനു പറയുന്ന ഒരു കാട്ടിലേക്കാ കൊണ്ടുപോയത്. അപ്പൊ തന്നെ മഹാരാജാവ് ചോദിച്ചു, ഇയാൾ ഈ തമോ ഗുണിയായി കാട്ടിലൊക്കെ വരൂ മഹാരാജാൻ, കാണിച്ചു തരാം. നോക്കിയപ്പോ ഒരു മരത്തിന്റെ മുകളിൽ അത്രേ. രാജാവിന് ദേഷ്യം വന്നു. അദ്ദേഹത്തിന് എങ്ങനെ പരിഹസിക്കാൻ, കാരണം ഒരു തമോ ഗുണി എങ്ങനെ മരത്തിന്റെ മുകളിൽ കയറും? ഒരിക്കലും ഒരു രജസ്സില്ലാത്തൊരുവൻ അതിന്റെ മുകളിൽ എത്താൻ പറ്റില്ലല്ലോ. രാജാവ് ഇദ്ദേഹത്തിനെ വഴക്ക് പറയാൻ തുടങ്ങിയപ്പോ അദ്ദേഹം പറഞ്ഞു, മഹാരാജൻ ഞാൻ അന്വേഷിച്ചു, ഇദ്ദേഹം ഒരു വിത്തിന്റെ മുകളിൽ ഇരുന്നതാ. വിത്ത് മുളച്ച് അങ്ങനെ പൊന്തി പൊങ്ങി മരമായിട്ട് മൂപ്പരിപ്പോഴും അവിടെ തന്നെയാണ് പറയാം. അതിശയോക്തിക്ക് വകയുണ്ടെങ്കിലും തമോ ഗുണികളെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമല്ല. എല്ലാറ്റിനും ഒരു ആലസ്യം അത് എപ്പോഴും ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. ചില സമയത്ത് നമ്മളെ വല്ലാതെ പിടികൂടും, വല്ലാതെ. കിടന്നുറങ്ങുന്നത് ഈ ഷൂവും സോക്സും എല്ലാം ഇട്ടുകൊണ്ടായിരിക്കും, അഴിച്ചു വെക്കാനേ മടിയായിരിക്കും. ഒറ്റയ്ക്കൊക്കെയാ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് പോയി കിടക്കും. ചിലപ്പം ഭക്ഷണം കഴിക്കണം തോന്നില്ല. ചില ദിവസം ഉണ്ടല്ലോ, എഴുന്നേക്കുന്നത് വളരെ വൈകി എഴുന്നേക്കും.
ഒരു 11 മണിക്കൊക്കെ എഴുന്നേക്കും. എന്നിട്ട് കുറെ കഴിക്കും, കുറെ വെള്ളമൊക്കെ കുടിച്ച് വീണ്ടും കിടക്കും, ഉറങ്ങും. ഒരു 3:30-4 ആകുമ്പോൾ വീണ്ടും എഴുന്നേക്കും, വീണ്ടും കുറച്ചുകൂടെ കഴിക്കും, കുറച്ച് TV കാണും, വീണ്ടും പോയി കിടക്കും. ചില ദിവസം ഇങ്ങനെയൊരു എന്താന്ന് മനസ്സിലാവില്ല, ഉറങ്ങണം, കുറെ കഴിക്കണം എന്ന് തോന്നും. ചില ദിവസം ഇതങ്ങോട്ട് നമ്മളെ വല്ലാതെ പിടികൂടും. ചില ദിവസം ഭയങ്കര രജസായിരിക്കും, ഓടിക്കൊണ്ട് അതും ഇതൊക്കെ ചെയ്യും. അപ്പൊ പ്രകൃതിയിൽ ഈ ഗുണങ്ങളുണ്ട്. പ്രഭാതം സത്വഗുണമാണ് പ്രകൃതിയുടെ പ്രഭാതം എന്ന് പറയും. പ്രഭാതത്തില് സത്വഗുണമാണ്. ഒരു മധ്യാഹ്നമൊക്കെ ആയിക്കഴിഞ്ഞാൽ രജോ ഗുണമാണ്. സന്ധ്യ കഴിഞ്ഞാൽ, സായം സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ തമോ ഗുണമാണ്. തമസിലേക്ക് പ്രകൃതി വീഴാണ് എന്ന് പറഞ്ഞാൽ ലയമാണ്. ഉണർന്ന് നിലനിന്ന് ലയിക്കുന്ന ഈ പ്രക്രിയ ഇത് എല്ലാറ്റിലും ഉണ്ട്. അപ്പൊ ഈ ഗുണങ്ങൾക്കനുസരിച്ച് നാം കർമ്മങ്ങൾ ചെയ്യുന്നു. അതിപ്പം വൃക്ഷലതാദികളെ നോക്കിക്കഴിഞ്ഞാൽ, ജീവജാലങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ ഉണ്ട് തമോ ഗുണികൾ. ഇപ്പൊ എരുമയെ തമോ ഗുണിയായിട്ടാ പറയാ. എരുമ റോഡിന്റെ നടുക്ക് എത്ര ഹോൺ അടിച്ചാലും എരുമയ്ക്ക് ഒരു പ്രശ്നമില്ല. എരുമ അങ്ങനെ നിൽക്കും. എന്നിട്ട് എരുമ അങ്ങനെ സാവകാശം പോകും. ആടങ്ങനെയല്ല. ആട് ചിടക്കെന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാടിക്കൊണ്ട് പോകും. അതുപോലെ മറ്റ് ജീവികളൊക്കെ. അതിന്റെ സ്വാധീനം ചിലപ്പോൾ ആളുകൾക്ക് സംഭവിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. ചില ആളുകൾ റോഡിൽ കൂടെ പോകുന്നത് കണ്ടിട്ടുണ്ടോ? റോഡിന്റെ നടുക്ക് നിൽക്കും അവര്, ഒരു പ്രശ്നമില്ല. ചിലർ റോഡിൽ പെട്ടെന്നാണ് ഓടുക. വണ്ടി അവര് നോക്കും, വണ്ടി വരുന്നുണ്ടോന്ന്. വരുന്ന സമയത്ത് ഓടും. ചിലര് പകുതി ഓടിയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചോടും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരാൾ ഗവേഷണം നടത്തിയിട്ട് പറഞ്ഞതാണ് അത്ര. ഈ എരുമപ്പാല് കുടിക്കുന്നവര് ഇങ്ങനെയേ പോകുള്ളൂ എന്നാ, റോഡിന്റെ നടുക്ക് കൊണ്ട്. പിന്നെ ഈ പശുവും പാലാണെങ്കിൽ റോഡിൽ കറക്റ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊള്ളുന്നു. ഈ മിക്സഡ് പാലുണ്ട്, കവറ് പാല്, അതാണ് പകുതിയും പകുതിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. ദിവസം ഇങ്ങനെ അതിന്റെ ഒരു സ്വാധീനം ആയിട്ട് പറയാറുണ്ട്. പ്രകൃതിയിൽ കാണാം, മുളക് രജോ ഗുണമാണ്, പുളി തമോ ഗുണമാണ്. ഇങ്ങനെ സത്വഗുണവും രജോ ഗുണവുമായിട്ട് കുതിര രജോ ഗുണത്തെ പ്രതിനിധാനം ചെയ്യുന്നു. കുതിരയ്ക്ക് നിന്നിട്ടാ കുതിര ഉറങ്ങുന്നത് പോലും, കുതിര കിടക്കില്ല. ഇങ്ങനെ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒക്കെ പ്രകൃതിയിലുണ്ട്. അപ്പൊ ഈ ഗുണങ്ങളുമായി താദാത്മ്യം പ്രാപിക്കുമ്പം എപ്പോഴും നാം പ്രകൃതിയിലാണ്. പ്രകൃതിയിൽ നിന്ന് നമ്മൾ പറഞ്ഞല്ലോ, ചിന്മുദ്ര പഠിച്ച സമയത്ത് ഇത് 3 ഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. സത്വ രജ തമോ ഗുണങ്ങളെ. ഇത് ജീവൻ. അപ്പൊ ജീവന്റെ വളയല് ബ്രഹ്മത്തിലേക്ക്. അപ്പൊ ഇതിനാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. നിസ്ത്രൈഗുണ്യോ ഭവ എന്ന് പറഞ്ഞാൽ നീ ഇങ്ങോട്ട് വാ, ഇതായിത്തീരും. ഇതൊന്ന് വേണമെങ്കിൽ ഈ പ്രകൃതിയിൽ നിന്ന് അകലണം. അതുകൊണ്ട് ഇതിൽ ചേർന്ന് നിൽക്കാനല്ല, സത്വഗുണത്തിൽ ചേർന്ന് നിൽക്കാനല്ല, സത്വസ്ഥ എന്ന് പറയുമ്പോൾ സത്തായിട്ട് നിൽക്കൂ. ഇവിടെ ഗുണങ്ങളിലെ സദ്ഗുണത്തെ അല്ല പറഞ്ഞത്, അതിനും ആധാരമായിട്ടുള്ള സത് ഉണ്മയെയാണ് പറയുന്നത്. നിത്യസത്വസ്ഥ. നിർയോഗക്ഷേമ, യോഗവും ക്ഷേമവും ഇല്ലാത്തവനായി ആത്മവാൻ ഭവ, ആത്മവാനായിട്ട് സ്വരൂപത്തെ അറിയുന്നവനായിട്ട് ഭവിക്കൂ എന്ന് പറയാം. പ്രകൃതിയിൽ കാണാം, മുളക് രജോ ഗുണമാണ്, പുളി തമോ ഗുണമാണ്. ഇങ്ങനെ സത്വഗുണവും രജോ ഗുണവുമായിട്ട് കുതിര രജോ ഗുണത്തെ പ്രതിനിധാനം ചെയ്യുന്നു. കുതിരയ്ക്ക് നിന്നിട്ടാ കുതിര ഉറങ്ങുന്നത് പോലും, കുതിര കിടക്കില്ല. അങ്ങനെ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒക്കെ പ്രകൃതിയിലുണ്ട്. അപ്പൊ ഈ ഗുണങ്ങളുമായി താദാത്മ്യം പ്രാപിക്കുമ്പം എപ്പോഴും നാം പ്രകൃതിയിലാണ്. പ്രകൃതിയിൽ നിന്ന് നമ്മൾ പറഞ്ഞല്ലോ, ചിന്മുദ്ര പഠിച്ച സമയത്ത് ഇത് 3 ഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യും. സത്വ രജ തമോ ഗുണങ്ങളെ. ഇത് ജീവൻ. അപ്പൊ ജീവന്റെ വളയല് ബ്രഹ്മത്തിലേക്ക്. അപ്പൊ ഇതിനാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. നിസ്ത്രൈഗുണ്യോ ഭവ എന്ന് പറഞ്ഞാൽ നീ ഇങ്ങോട്ട് വാ, ഇതായിത്തീരും. ഇതൊന്ന് വേണമെങ്കിൽ ഈ പ്രകൃതിയിൽ നിന്ന് അകലണം. അതുകൊണ്ട് ഇതിൽ ചേർന്ന് നിൽക്കാനല്ല, സത്വഗുണത്തിൽ ചേർന്ന് നിൽക്കാനല്ല, സത്വസ്ഥ എന്ന് പറയുമ്പോൾ സത്തായിട്ട് നിൽക്കൂ. ഇവിടെ ഗുണങ്ങളിലെ സദ്ഗുണത്തെ അല്ല പറഞ്ഞത്,
അതിനും ആധാരമായിട്ടുള്ള സത് ഉണ്മയെയാണ് പറയുന്നത്. നിത്യസത്വസ്ഥ നിർയോഗക്ഷേമ, യോഗവും ക്ഷേമവും ഇല്ലാത്തവനായി ആത്മവാൻ ഭവ, ആത്മവാനായിട്ട് സ്വരൂപത്തെ അറിയുന്നവനായിട്ട് ഭവിക്കൂ എന്ന് പറയാം. എന്താണ് യോഗം? യോഗം എന്ന് പറഞ്ഞാൽ യോഗത്തെയും ക്ഷേമത്തെയും കാമിക്കാത്തവനായി തീരൂ എന്ന് പറയാം. യോഗം എന്ന് പറഞ്ഞാൽ നേടാത്തത് നേടാനുള്ള ശ്രമത്തെയാണ് യോഗം. ഇന്ന് പലതും ഇല്ല, അതൊക്കെ നമുക്ക് നേടണം, വേണം, അതിന്റെ ശ്രമത്തെ യോഗം എന്ന് പറയും. പിന്നെയോ നേടിയതിനെ സംരക്ഷിക്കലാണ് ക്ഷേമം. ഭഗവാൻ ഇത് ഏറ്റെടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്, യോഗക്ഷേമം വഹാമ്യഹം. പക്ഷെ നമുക്ക് ഭഗവാനിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ LICയിൽ പൂർണ്ണ വിശ്വാസം സമർപ്പിച്ചിട്ടുണ്ട്. യോഗക്ഷേമം വഹാമ്യഹം അവരുടെ ലോകമാണ്, സ്ലോഗനാണ്. നിർയോഗക്ഷേമ ആത്മവാൻ, യോഗക്ഷേമത്തെക്കുറിച്ച് വ്യാകുലത ഇല്ലാതെ ആത്മവാൻ ഭവ, ആത്മപരായണനായിക്കൊണ്ട്, ആത്മാവിൽ രമിക്കുന്നവനായിക്കൊണ്ട്, ആത്മരതി ഉള്ളവനായി നീ ഭവിക്കൂ. ഗുണങ്ങൾക്കപ്പുറത്തേക്ക് പോവും. തുടർന്ന് യാവാനർത്ഥ ഉദപാനേ സർവദ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. യാവാൻ അർത്ഥ ഉദപാനേ സർവദ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. സർവദ സംപ്ലുതോദകേ ഉദപാനേ യാവാൻ അർത്ഥഃ ഭവതി. സർവദ എല്ലായിടത്തും, സംപ്ലുതോദകേ ഉദകം എന്ന് പറഞ്ഞാൽ ജലം, സംപ്ലുതോദകം എന്ന് പറഞ്ഞാൽ നിറഞ്ഞിരിക്കുന്ന ജലം. അങ്ങനെ ജലം എല്ലായിടത്തും, മഴക്കാലത്ത് വെള്ളം വന്ന് നിറഞ്ഞിരിക്കുക, ഇവിടെ നോക്കിയാലും വെള്ളം. മഴയത്ത് കാണില്ലേ പാടവും എല്ലാം ഒന്നായിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സമയത്ത് യാവാൻ അർത്ഥഃ ഭവതി, എത്രത്തോളം പ്രയോജനം ഉണ്ടാകുന്നു. ഏതിന്? ഉദപാനെ, ചെറിയ ജലാശയത്തിന് എന്ന് പറഞ്ഞാൽ കുളത്തിന്, ചെറിയ കുളം അല്ലെങ്കിൽ ചെറിയ കിണറുകൾ, ഇതെല്ലാം എന്തായി തീർന്നിട്ടുണ്ടാവും? ഒന്നായിട്ടുണ്ടാവും. ചെറിയ ചെറിയ കുഴിയൊക്കെ ഉണ്ടായിരുന്നു, അതിലൊക്കെ പോയി നമ്മൾ വെള്ളം എടുത്തിരുന്നു. പക്ഷെ മഴ വന്ന സമയത്ത് ഇതെല്ലാം ഒന്നായി. നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല, ഇതെല്ലാം ഒന്നായിരിക്കുന്നു. ഈ ഒന്നായിരിക്കുന്ന സമയത്ത് വെള്ളം എടുക്കാൻ ആരെങ്കിലും അവിടെ ഒരു കുളത്തിൽ, കുഴിയിൽ അവിടേക്ക് പോയിട്ട് അവിടുന്ന് എടുക്കും. നല്ല ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. ആരെങ്കിലും വെള്ളം എടുക്കാനായിട്ട് അങ്ങനെ പോയിട്ട് ഇവിടെയായിരുന്നു കിണർ എന്ന് കരുതി ആ കിണറിൽ നിന്ന് അവിടുന്ന് മുക്കിയെടുക്കൂ. ഭഗവാൻ ചോദിക്കുകയാണ്, യാവാൻ അർത്ഥഃ ഭവതി, എത്രത്തോളം അതിന് പ്രയോജനമുണ്ട്. അതുപോലെ താവാൻ, അത്രത്തോളം പ്രയോജനമേ വിജാനതഃ ബ്രാഹ്മണസ്യ. വിജാനതഃ എന്ന് പറഞ്ഞാൽ വിചാരം ചെയ്യുന്നവന്, ശാസ്ത്രശ്രവണാനന്തരം ഉള്ള വിചാരം. ശ്രവണം, മനനം, കേട്ടതിന്റെ ശേഷമുള്ള ശരിയോ തെറ്റോ എന്ന അന്വേഷണം, അതാണ് വിജാനത. അങ്ങനെ വിചാരം ചെയ്യുന്ന ബ്രാഹ്മണസ്യ, ബ്രാഹ്മണസ്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിയാൻ ശ്രമം നടത്തുന്നവൻ. ബ്രഹ്മണി ചരിതും ശീലം യസ്യ സ ബ്രാഹ്മണഃ. പൂണൂൽധാരി എന്നൊരു അർത്ഥം അതിനില്ല, നിങ്ങളങ്ങനെ കൊടുക്കണ്ട. ആവു സ്വാമി, ബ്രാഹ്മണൻ എന്നാ പറയൂ, ഞങ്ങൾക്ക് മറ്റുള്ളവരുടെയൊക്കെ കാര്യം. അങ്ങനെയല്ല. ജാതിയുടെ ജന്മനോ ശൂദ്രോ ജായതേന, ജന്മത്തിൽ എല്ലാവരും ശൂദ്രന്മാരാ. സംസ്കാരാത് ബ്രാഹ്മണോച്യത്തെ, സംസ്കാരത്തിലാണ് ബ്രാഹ്മണൻ ഉണ്ടാകുന്നത്. സംസ്കാരം കൊണ്ട്. എന്താണ് അവന്റെ സംസ്കാരം? ഉപനയനം. ഉപനയന സംസ്കാരം കഴിഞ്ഞിട്ടാണ്. ഉപ എന്ന് പറഞ്ഞാൽ സമീപത്തെ, നയനത്തെ കണ്ണിനെ സമീപത്തേക്ക് ആക്കുന്ന പ്രക്രിയയാണ് ഉപനയനം. അതിന് തന്നെ ഇപ്പൊ പറയാ പൂണൂൽ കല്യാണം എന്നാണ്. ഒരു ബന്ധവുമില്ലാത്ത പൂണൂലിടുന്ന കല്യാണം. ഉപനയിപ്പിക്കുകയാണ്.
ഈശ്വരന്റെ അടുത്തേക്ക്, അപ്പോഴാണ് അവൻ ദ്വിജനാവുന്നത്, രണ്ടാമത് ജന്മം എടുക്കുന്നത്. ആദ്യത്തെ ജന്മം മാതൃയോനിയിലൂടെ, അടുത്ത ജന്മം ഗുരു കൊടുക്കുകയാണ്, ഗുരുവിൽ നിന്നുള്ള ജന്മം. അങ്ങനെ അവൻ ദ്വിജനാവുന്നു. അപ്പൊ ബ്രാഹ്മണസ്യ, ആ ബ്രഹ്മജ്ഞാനിക്ക്, വിജാനത ബ്രാഹ്മണസ്യ, ആത്മതത്വം അറിയുന്ന ബ്രഹ്മജ്ഞാനിക്ക് സർവേഷു വേദേഷു, എല്ലാ വേദങ്ങളും ഇതുപോലെയാണ്. അവിടെ എവിടെയൊക്കെ കുഴിയും കുളവും ഇതൊക്കെ ഉണ്ടോ, വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അവന് പിന്നെ എല്ലാ വേദവും ഒരുപോലെ. അപ്പൊ വേദങ്ങളുടെയൊക്കെ വേദങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ, കാര്യം അറിയാൻ വേണ്ടി മാത്രം. കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യമില്ല എന്ന് പറയാം. പിന്നെ അത് നമ്മൾ കക്ഷത്ത് വെച്ച് നടക്കണ്ട. പിന്നെ ഇതിനെയൊക്കെ സംരക്ഷിക്കുന്നത് എന്തിനാണ്, പകർന്നു കൊടുക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് മാത്രം. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ വളരെ ഭംഗിയായി പറഞ്ഞിരിക്കുന്നു, നമ്മളോടുള്ള നിർദ്ദേശമാണ്. നമ്മൾ എന്തു വേണം, ഇതെങ്ങനെയാണ് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ശരി സ്വാമി, അപ്പൊ 108 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഗീത വേണ്ട അല്ലേ? വേണ്ട, ഗീത വേണ്ട. പിന്നെ നമ്മൾ ഗീതയായിരിക്കണം. അതാണ്. അപ്പൊ പിന്നെ വേറൊരു പുസ്തകത്തിന്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ ഗീതയായി കഴിഞ്ഞാൽ പിന്നെ പുസ്തകത്തിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഗ്രന്ഥരൂപത്തിലിരിക്കുന്നത് ഞാനായി തീർന്നു. പിന്നെ അവിടെ ഭേദചിന്തകളൊന്നുമില്ല, ഒരു ഭേദചിന്തയില്ല. ഈ ഭേദചിന്തകളൊക്കെ അത് അറിയാത്തപ്പോൾ ഉണ്ടാകുന്നതാ ഭേദചിന്തകളെല്ലാം. എല്ലാ ഭേദചിന്തയും മാറും. അവിടെയാണ് ആത്മരതി എന്ന് പറയുന്ന ആ ആത്മാന്വേഷണത്തിൽ തന്നെ അറിഞ്ഞവന് പിന്നെ നായയെന്നോ പൂച്ചയെന്നോ ഒരു പ്രശ്നവുമില്ല. ചട്ടമ്പിസ്വാമികളെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങൾ? ചട്ടമ്പിസ്വാമികള് തിരുവനന്തപുരം ഭാഗത്തുള്ളവർക്കൊക്കെ അറിയും, എല്ലാവർക്കും അറിയുന്ന മഹാത്മാവാണ്. പക്ഷെ തിരുവനന്തപുരത്തൊക്കെ പണ്ട് കാലത്ത് എല്ലാ വീടുകളിലും ഒരു നല്ല അലക്കി തേച്ച മുണ്ട് വെക്കും. എപ്പോഴാണ് സ്വാമികൾ കയറി വരുന്നത് എന്നറിയില്ല. അപ്പൊ സ്വാമികൾ എപ്പോ വേണമെങ്കിലും വരാം. അപ്പൊ കൊടുക്കാൻ വേണ്ടിയിട്ടാ, ഭക്ഷണമൊക്കെ ഉണ്ടാവും. ഒരു സ്ഥലത്ത് സ്വാമിജി ഇതുപോലെ വന്നപ്പം കുറെ പേരുണ്ട്. കൂട്ടത്തിൽ ആരാ? നായ്ക്കളൊക്കെയാണ്. അപ്പം പറഞ്ഞു, കുറച്ചു പേരുണ്ട്, ഇലയിട്ടോളാൻ പറഞ്ഞു. അപ്പം വന്നിരിക്കണു നായ്ക്കളൊക്കെ. അപ്പൊ പറഞ്ഞു എല്ലാം ഇരുന്നോളാൻ പറഞ്ഞു. സ്വാമി പറഞ്ഞ എല്ലാവരും കേൾക്കും ഇരുന്നോളാൻ. അപ്പൊ വിളമ്പുന്നവർക്ക് തന്നെ വലിയ അത്ഭുതം. പേടിക്കൊന്നും വേണ്ട, അത് നമ്മുടെ പഴയ ആർ ടി ഓഫീസിലെ ശ്രീധരനാണ്. അത് ഏത് പണ്ടത്തെ ആളാണ്. ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് പറയാം, ഇന്ന ആൾക്കാരാണ് ഇവരൊക്കെ, വിഷമിക്കൊന്നും വേണ്ട, വിളമ്പിക്കോളാൻ പറഞ്ഞു. ഭേദചിന്തകൾ, അതായത് ആ അറിവിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ യാതൊരു ഭേദവുമില്ല എന്ന് പറയാം, ഒരു ഭേദവുമില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രയോജനം. ഈ ഭേദചിന്ത നീങ്ങിക്കിട്ടണം അർജുനന്. അത് നീക്കാനാണ് ഭഗവാൻ ശ്രമിക്കുന്നത്. ആചാര്യസ്വാമികൾ ഭാഷ്യം തുടങ്ങുമ്പം പറഞ്ഞു, അത് ആത്മജ്ഞാനം ബോധിപ്പിക്കുന്നതിലൂടെ അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. അപ്പൊ ഭഗവാൻ ഇവിടെ പറയണമെന്ന് നോക്കൂ, എന്താണ് ഇതിനൊക്കെ എത്ര പ്രസക്തിയുണ്ടോ. മഴക്കാലത്ത് എല്ലായിടത്തും വെള്ളം വന്ന് നിൽക്കുമ്പം ഈ കിണറ്റിന്ന് എടുക്കാം, കുളത്തുനിന്ന് എടുക്കാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല. നീ നല്ല മഴ വരുമ്പോൾ വേണമെങ്കിൽ നേരിട്ട് എടുത്തോളൂ, അവിടെയൊന്നും പോയി എടുക്കണ്ട. ഒരു ബ്രാഹ്മണന്, ഈ കാര്യം അറിഞ്ഞവന്, വെള്ളം എടുക്കുന്ന എന്തിനാണോ വെള്ളം, അതിനുവേണ്ടി അവൻ അങ്ങോട്ടേക്ക് പോവില്ല എന്ന് പറയാം. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത്. ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ കർമ്മയോഗ സൂത്രം, ചതുർസൂത്രം അവതരിപ്പിക്കുകയാണ്. ഭഗവത്ഗീതയിലെ വളരെ 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 പ്രധാനപ്പെട്ട ശ്ലോകമാണ്. വെരി വെരി ഇമ്പോർട്ടന്റ്, വളരെ പ്രധാനപ്പെട്ട. അടിവര ഇട്ട് വെച്ചോളൂ. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ശ്ലോകങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നോക്കാം നമുക്ക്. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂഃ മാ തേ സംഗോസ്ത്വകർമ്മണി. കർമ്മയോഗത്തിലെ 4 സൂത്രങ്ങൾ. എന്താ ഈ സൂത്രം എന്ന് പറഞ്ഞാൽ? നമുക്കറിയുന്ന ഒരു സൂത്രമുണ്ട്, ഞാൻ സൂത്രത്തിൽ അത് ഒപ്പിച്ചു അല്ലേ? ആ സൂത്രമാണോ ഈ സൂത്രം? അല്ല. സൂത്രം എന്ന് പറഞ്ഞാൽ ചരട് എന്നാണ്. ചരട്, സൂത്രം.
ബ്രഹ്മസൂത്രം, ഭക്തിസൂത്രം, യോഗസൂത്രം, അങ്ങനെ സൂത്രങ്ങളുണ്ട്. സൂത്രം എന്ന് പറഞ്ഞാൽ മഹത്തായ ആശയത്തെ ക്രോഡീകരിച്ച് അവതരിപ്പിക്കുന്നതിനെയാണ് സൂത്രം എന്ന് പറയുക. മഹത്തായ ആശയങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്ന വാക്കുകൾ വളരെ ചെറുതാണ്. അതായത് ഹോമിയോപ്പതി പോലെ എന്ന് പറയാം. ഹോമിയോപ്പതി സംഗതി ചിടുങ്ങനാണെങ്കിലും സംഭവം അതിൽ കുറെ ഉണ്ട് എന്ന് പറയാം. അതുപോലെയാണ് സൂത്രം, അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ സൂത്രം തേ കർമ്മണി ഏവ അധികാരഃ. കർമ്മണി ഏവ അധികാരഃ തേ. തേ നിനക്ക്, നമുക്ക്, കർമ്മണി ഏവ കർമ്മത്തിൽ മാത്രമേ അധികാരം ഉള്ളൂ. ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ടതാണ്. ഇതിനെ ഏറെ കുഴപ്പത്തിൽ ചാടിച്ചിട്ടുണ്ട് ഈ ശ്ലോകം ചൊല്ലിയിട്ട്. ഗീത പറയുന്നത് ബൂർഷ്വാസികളുടെ ഭാഷയാണ് ഗീത ഉപയോഗിച്ചിട്ടുള്ളത്. മുതലാളി വർഗത്തെ സൃഷ്ടിക്കുക എന്നതായിരുന്നു. എന്ന ദുരുദ്ദേശത്തോടുകൂടി സവർണരുടെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ബ്ലാ 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 കുറെ എന്താ പറയുക ഇതിന്റെ പിറകിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു വരേണ്യവർഗത്തെ സൃഷ്ടിക്കുന്നതിനായിട്ട്, എന്നും അടിമകളെ സൃഷ്ടിക്കാനായിക്കൊണ്ട് അവർ കണ്ടെത്തിയിട്ടുള്ളതാണ് എന്ത് ഈ ശ്ലോകം. അതുകൊണ്ട് കർമ്മണി ഏവ അധികാരഃ തേ, നിനക്ക് കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ. എന്തിലധികാരമില്ല? ഫലേഷു കഥാചന മ. രണ്ടാമത്തെ സൂത്രം. ഒന്നാമത്തെ സൂത്രം കർമ്മണി ഏവ അധികാരഃ. തേ എന്ന് പറഞ്ഞാൽ നിനക്ക്. അതിനെ നമുക്കാക്കാം. എനിക്ക് കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ. എനിക്ക് എന്തിൽ അധികാരമില്ല? ഫലത്തിൽ അധികാരം ഇല്ല. ശരി. മൂന്നാമത്തെ സൂത്രം എന്താണ്? കർമ്മഫലഹേതു മാ ഭൂഹു. കർമ്മഫലത്തിന് കാരണമായി നീ തീരരുത്. നമ്മളോട് പറയുന്നു നാം കർമ്മഫലത്തിന് ഹേതുവായി തീരരുത്. എല്ലാം വിസ്തരിക്കാം. ആദ്യം സൂത്രരൂപത്തിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. പിന്നെ പറയുന്നു അകർമ്മണി തേ സംഗഹ മാ അസ്തു. അകർമ്മണി കർമ്മം ചെയ്യാതെ ഇരിക്കുക എന്നതിലും തേ നിനക്ക് സംഗഹ താത്പര്യം മാസ്തു ഉണ്ടാകരുത്. വളരെ എന്താ പറയുക ശ്രദ്ധയോട് കൂടിയിട്ടാ ഭഗവാൻ പറഞ്ഞത്. അതായത് തേ അകർമ്മണി തേ സംഗഹ മാ അസ്തു എന്ന, നീ കർമ്മം ചെയ്യാതെ ഇരിക്കുന്നതിൽ നിനക്ക് സംഘമുണ്ടാകരുത് എന്നാ. നീ കർമ്മം ചെയ്യാതെ ഇരിക്കുന്നവനാകരുത് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം നിനക്കത് സാധ്യമല്ല എന്നറിയാം. നമുക്കൊക്കെ നമ്മൾ തെറ്റായി ധരിച്ചിരിക്കാം. അതുകൊണ്ട് ആ സംഘം ഉണ്ടല്ലോ, ഞാൻ കർമ്മം ചെയ്യുന്നില്ല എന്നുള്ള തെറ്റായ അബദ്ധധാരണ അത് വെച്ച് പുലർത്തണ്ട എന്ന് വിസ്തരിക്കാം. കർമ്മണി ഏവ അധികാരഃ. കർമ്മത്തിൽ മാത്രമേ നമുക്ക് അധികാരം ഉള്ളൂ. ശമ്പളത്തിൽ അധികാരമില്ല എന്നല്ല. ഭഗവാൻ ഇവിടെ ഒരു ശമ്പള കാര്യത്തെക്കുറിച്ച്, ഒരു ശമ്പള പരിഷ്കരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചോ അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ള കർമ്മത്തെ സംബന്ധിക്കുന്ന ഒരു വലിയ നിയമമാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കണം കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്. കർമ്മം നമുക്കതിൽ നിന്ന് ഒന്നാമത്തെ പാഠം മുതൽ തുടങ്ങാം. കർമ്മം എന്ന് പറഞ്ഞാൽ ചലനം എന്നാണ്. ചലനം കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഇല്ലേ? ചലനം അത് തന്നെ മാനവ ജീവിത പരിണാമത്തിൻ ചലനത്തിൽ നിന്നാണ് എല്ലാം സംഭവിക്കുന്നത് എന്ന് പറയാം. ചലനം. വയലാറിന്റെ ഗാനങ്ങളൊക്കെ ഗംഭീര, എല്ലാം വേദാന്തമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ പലരും പല വിധത്തിൽ അത് മനസ്സിലാക്കിയിരിക്കും. എന്തായാലും അതിനൊക്കെ ഇനിയിപ്പോ സ്വാമി അതിനെക്കുറിച്ച് ഇതല്ല, ഒരുപാട് കാര്യങ്ങൾ അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, വലിയ വലിയ ആശയങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഉപനിഷത്തും ഗീതയും ഒക്കെ. കർമ്മം എന്ന് പറഞ്ഞാൽ ചലനം.
നമ്മൾ കർമ്മം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താ? എടുക്കുക, കൊടുക്കുക, മേടിക്കുക, ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാന്നുള്ളത്. 3-ാം അധ്യായത്തിൽ ഭഗവാൻ ഇതിനെ വിസ്തരിക്കുന്നുണ്ട്. നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്യകർമ്മകൃത് കാര്യദേഹ്യവശകർമ്മ സർവപ്രകൃതി ജൈർഗുണൈ. അതിപ്പോ മനസ്സിലാക്കി വെച്ചാൽ നല്ലതാ. അപ്പോഴും നമ്മൾ ഇതിനെ വിസ്തരിക്കും. പ്രപഞ്ചത്തിലെല്ലാം ചലനത്തിന് വിധേയമാണ്. ചലനമില്ലാത്ത, കർമ്മമില്ലാത്ത ഒരു വേള ഈ പ്രപഞ്ചത്തിൽ ഇല്ല. അത് ബ്രഹ്മത്തിൽ മാത്രം. അതുകൊണ്ട് ഭഗവാൻ ഈ കല അഭ്യസിപ്പിക്കുന്നുണ്ട്. കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും ഒക്കെ കാണാൻ പറയുന്നുണ്ട്. തലയ്ക്ക് വട്ടുപിടിക്കുന്ന ഒരു ഏർപ്പാടായിട്ടൊക്കെ തോന്നും. ഇത് മനസ്സിലായിട്ടില്ലെങ്കിലേ ഈ വട്ടുപിടിക്കുന്നത്. അതങ്ങോട്ട് മനസ്സിലായാൽ വളരെ എളുപ്പമാണ്. അപ്പൊ കർമ്മം എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുക ചലനം എന്ന്. ചലനം നമ്മെ സംബന്ധിക്കുന്ന ചലനങ്ങൾ. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന് മാനസോല്ലാസം എന്ന വാർത്തിക രചിക്കുന്ന സുരേശ്വരാചാര്യര് കർമ്മത്തെ 4ആയി പറഞ്ഞിരിക്കണം. കർമ്മ പഞ്ചവിധം ബുധാഹ, 5ആയിട്ട് പറഞ്ഞിരിക്കുന്നു. സുരേശ്വരാചാര്യർ ഇതിനെ അവതരിപ്പിക്കുന്നത് പൂർവന്മാര് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷെ അതിലാണ് ഇതിനെ വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കുന്നത്. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന് മാനസോല്ലാസം എന്ന വാർത്തിക രചിക്കുന്നുണ്ട്, അവിടെ കാണാം. അത് ബുധാഹ കർമ്മ പഞ്ചവിധം ബുധാഹ. കർമ്മത്തെ 5 പ്രകാരത്തിലെ ജ്ഞാനികൾ പറയപ്പെട്ടിരിക്കുന്നു. ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഉത്ക്ഷേപണം, അവക്ഷേപോ, ഗമനം ച പ്രസാരണം, ആകുഞ്ചനം ഇതി പ്രാഹു കർമ്മ പഞ്ചവിധം ബുധാഹ. ഉത്ക്ഷേപണം ഉയർത്തൽ, ഉത്ക്ഷേപണം. അവക്ഷേപോ താഴ്ത്തൽ. ഇങ്ങനെ ഉയർത്തുക, താഴ്ത്തുക. ഉത്ക്ഷേപണം, അവക്ഷേപോ, ഗമനം പോക്ക്, പ്രസാരണം വലിച്ചു നീട്ടൽ, ആകുഞ്ചനം അടുപ്പിക്കൽ, ചുരുക്കൽ. ഇങ്ങനെ ഉയർത്തലും താഴ്ത്തലും പോക്കും വലിക്കലും ചുരുക്കലും, ഇങ്ങനെ 5 വിധം കർമ്മം. ഈ 5 വിധം കർമ്മം കൊണ്ടാണ് താജ്മഹൽ ഉൾപ്പെടെ ഈ പറഞ്ഞ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാം ഇങ്ങനെ ഉയർത്തിയിട്ടും താഴ്ത്തിയിട്ടും പോയിട്ടും വലിച്ചിട്ടും ചുരുക്കിയിട്ടും ഒക്കെ. അപ്പൊ കർമ്മം പഞ്ചവിധം, വൃത്തമൊക്കെ ഇതിൽ വരുന്നതാണ്. അപ്പൊ കർമ്മം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മൂവ്മെന്റ് ആണ്. മുകളിലേക്കും താഴേക്കും, അതുപോലെ വലിക്കലും ചുരുക്കലും ഗമനവും. ഈ കർമ്മത്തെ കൊണ്ട് ചെയ്യാവുന്നത് എന്തൊക്കെ അതിനി പറയാൻ പോവാ. ഈ കർമ്മം കൊണ്ട് നമുക്ക് എന്തൊക്കെ സാധിക്കും, സാധിതമാണ്, അതിനെക്കുറിച്ച് ഇനി കേട്ടോളൂ. അതില് ആപ്യം 1 എന്ന് പറഞ്ഞാൽ പ്രാപിക്കൽ. കർമ്മത്തിലൂടെയാണ് നിങ്ങൾ ഈ ഹാളിനകത്ത് എത്തിച്ചേർന്നത്. കർമ്മമാണ്. നിങ്ങൾ ഇവിടെ എത്തി എന്നത് എന്താണ്? ഒരു കർമ്മത്തിന്റെ ഫലമാണ്. ഇത് നിങ്ങൾക്ക് സാധിക്കാവുന്നതാണ്. നിങ്ങളുടെ കർമ്മം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കാവുന്നത്. കർമ്മം എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് മനസ്സിലാക്കി ഇനി ആ കർമ്മത്തിന്റെ പരിമിതികൾ അത് ബോധിപ്പിക്കുകയാണ്. 1 ആപ്യം, പ്രാപിക്കൽ. 2 ഉത്പാദ്യം, നിർമ്മാണം, ഉണ്ടാക്കൽ. ഉത്പാദ്യം. നമ്മൾ ഈ ഹാളിനെ ഉണ്ടാക്കി. ഇത് മുൻപില്ലായിരുന്നു ഇവിടെ. അങ്ങനെ ഈ ഹാൾ ഉണ്ടാക്കി. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഇങ്ങനെ നമുക്ക് പലതും ഉത്പാദിപ്പിക്കാം. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? കർമ്മം കൊണ്ട് സാധിക്കുന്നതാ ഉത്പാദ്യം. പിന്നെ നമുക്ക് സാധിക്കുന്നത് വികാര്യം. വികാര്യം എന്ന് പറഞ്ഞാല് വികാരപ്പെടുത്തുക, പരിണമിപ്പിക്കുക. വികാര്യം നമ്മൾ ദിവസവും ഇങ്ങനെ പരിണമിപ്പിക്കുന്നുണ്ട്. എന്താണ്? പാല് കേടുവന്നു. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്തു? അതിൽ കുറച്ച് തൈര് ഒഴിച്ചു. എന്നിട്ട് അതിനെന്താക്കി? മോരാക്കി. ഇല്ലേ? അപ്പൊ പാല് കേടുവന്ന പാലും അല്ലെങ്കിൽ തന്നെ പാലിനെ മോരാക്കാം. അതായത് പാലിനെ തൈരാക്കാം. ആ തൈരിൽ നിന്ന് കടഞ്ഞ് വെണ്ണയെടുക്കാം. വെണ്ണ ഉരുക്കി നെയ്യാക്കാം. അങ്ങനെ പലതും ചെയ്യാം. ഇതൊക്കെ വികാര്യമാണ്, പരിണമിപ്പിക്കലാണ്. ഇത് കർമ്മം കൊണ്ട് സാധിക്കാവുന്നതാ വികാര്യം. ഇഡലി ബാക്കി വന്നാൽ ഉപ്പുമാവാക്കാം. അത് ബാക്കി വന്നാൽ വീണ്ടും എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ പലതും നമുക്ക് ചെയ്യാം.